മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയായ ശാസ്ത്രം കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ നൽകി നമ്മളെ എല്ലാം പല വിധത്തിൽ സന്തോഷിപ്പിക്കുന്നു. അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ മണിയൊച്ച ചെന്നിട്ടില്ലാത്ത ഒരൊറ്റ ഗ്രാമം ഈ ലോകത്തിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ശാസ്ത്രത്തിൻ്റെ സംഗീതം അന്തരീക്ഷത്തെ ഭേദിച്ച്, സൗരയൂഥത്തെ ഭേദിച്ച് 5.5 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വായിൽ വരെ ശാസ്ത്രത്തിൻ്റെ സംഗീതം 2012 ചെന്നെത്തി. അതുകൊണ്ടും തീർന്നില്ല, ഗാലക്സികൾക്കപ്പുറത്തുള്ള നക്ഷത്രങ്ങളുടെ ജാതകം കുറിക്കാൻ തയ്യാറായിരിക്കുന്ന സയൻസ്. ഒരു കാലത്ത് മനുഷ്യർ ഏറ്റവും ഭയപ്പെട്ട കടലിലെ തിരമാലകളെയും കരയിലെ കൊടുങ്കാറ്റിനെയും മെരുക്കിയെടുത്ത് അതിനെ ഉപയോഗിച്ച് പ്രകാശം പരത്തുന്ന വൈദ്യുതി സൃഷ്ടിക്കുവാൻ കണ്ടുപിടിച്ച കഴിഞ്ഞ ലോകം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന ശാസ്ത്ര ശൃംഖല ഒരു പുതിയ കടയുടെ ബോർഡ് എഴുതാൻ തയ്യാറായി നിൽക്കുന്നു. എന്താണെന്നറിയാവോ? സ്പെയർ പാർട്സ് വിൽക്കും. വാഹനത്തിൻ്റെ അല്ല, മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വിൽക്കാൻ പോകുന്നു. കൈ ഇത്ര സുന്ദരമല്ലെന്ന് കണ്ടാൽ കളഞ്ഞിട്ട് വേറെ ഏതവയവവും തലയൊഴിച്ചു ബാക്കിയെല്ലാം തരാമെന്ന് വാഗ്ദത്തം നൽകുന്ന ശാസ്ത്രം. തീർന്നില്ല, ധനവാന്മാർക്കൊരു സന്തോഷ വർത്തമാനം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇഷ്ടം പോലെ ധനം. ഒറ്റ മകൻ വേറെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കത്തില്ലെന്ന് പറയുന്ന അപ്പനും അമ്മയ്ക്കും ഈ മകൻ മരിച്ചാൽ ഈ സ്വത്തുക്കളാർക്ക്? കാലം കഴിയുമ്പോൾ സഹോദരൻ്റെ മക്കളോ മറ്റുള്ളവരോ കൊണ്ടുപോകും. ഇല്ല, അതിന് പരിഹാരം. ഏക മകനാണോ അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ അനുവാദത്തോടെ അവൻ്റെ ഒരു കോശം, ഒറ്റ കോശം, 100 കോടി കോശമായ ശരീരം, അതിലൊരു കോശം എടുത്ത -70 ഡിഗ്രി തണുപ്പിച്ചു വെക്കുക. കൊച്ചൻ മരിച്ചുപോയാൽ അടക്കം കഴിഞ്ഞ് ദുഃഖം കഴിയുമ്പം അതെടുത്ത് കൊടുത്താൽ മരിച്ച ചെറുക്കനെ തിരിച്ചിങ്ങ് തരും. ഇല്ല, ഭർത്താവോ ഭാര്യയോ മരിച്ചാൽ സെയിം പരിപാടി. ജീവിച്ചിരിക്കുമ്പോൾ 2 പേരുടെ ഓരോ കോശം എടുത്ത് വെക്കുക, -70 തണുപ്പിച്ച്. മരിച്ചു കഴിഞ്ഞാൽ അടക്കവും കരച്ചിലും എല്ലാം കഴിഞ്ഞ് ആ ഭർത്താവിൻ്റെ അല്ലെ ഭാര്യയുടെ ഒരു കോശം എടുത്ത് അങ്ങോട്ട് കൂടെ മരിച്ചുപോയ ഭർത്താവിനെ ഭാര്യ അതുപോലെ തിരിച്ചു തരും. ഒരു കുഴപ്പമുള്ള ആളിന് ഓർമ്മ കാണത്തില്ല. അതുവരെ കണ്ടുപിടിച്ച ശാസ്ത്രം പുരോഗതിയുടെ വലിയ പൂച്ചെണ്ടുകളാണ് ലോകത്തിൽ നൽകുന്നത്. 3.25 ലക്ഷം അകലെയുള്ള ചന്ദ്രനിൽ നിന്നും 2000 കിലോ സോഡിയം ഇന്ത്യയിൽ കൊണ്ടുവന്ന് 2040 കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 100 വർഷം ഫ്രീ കറണ്ടാ പ്ലാൻ. മീറ്ററൊക്കെ എടുത്ത് ദൂരക്കളയും. ഇതാ മലയാളികളോട് ശാസ്ത്രത്തിൽ എത്ര ഇഷ്ടം. ഒരു പുതിയ മാംസം, പുല്ല് തിന്നാത്ത പശു, രക്തമില്ലാത്ത മാംസം, പറമ്പ് മേയാത്ത പശു, അമ്മ പ്രസവിക്കാത്ത പശു, ഫാക്ടറിക്കകത്ത് നിർമ്മിച്ചെടുത്ത പുതിയ ഇറച്ചി, അതിൻ്റെ പേരാ ഇൻവിട്രോ മീറ്റ്. അസൽ ഇറച്ചിയുടെ രുചിയിൽ അത് ഇറക്കി കഴിഞ്ഞു. ഇങ്ങനെ ഇനിയും പറഞ്ഞാൽ, മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒടുവിലത്തെ കണ്ടുപിടുത്തത്തിന് മുമ്പ് നിൽക്കുമ്പോഴാണ് കളി മാറാൻ പോകുന്നത്. നമുക്കറിയാവുന്നൊരു സുപരിചിതമായ ഒരു വാക്യമുണ്ട്, കൊത്തി അറിയാവോ? ഇവിടെ ഞാൻ എൻ്റെ വീട് കോട്ടയത്ത്, അവിടെ ഞങ്ങൾ പറയുന്നില്ല. കൊത്തി അറിയാൻ മേലല്ലേ? ഞങ്ങളോട് പറഞ്ഞ് ഞാൻ പറയാം, കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ വീട്ടമ്മ പിന്നെ വെച്ചേക്കത്തില്ല. അമ്മ പാറ്റുമ്പം പതിര് തിന്നാൻ കോഴി വന്ന് നിൽക്കുമ്പോൾ അമ്മ ശകലം കണ്ണടച്ച് ഇച്ചിരി മണിയും കൂടെ ചേർത്തൊരു പാറ്റും. അപ്പോൾ അത് തിന്നുന്ന കോഴി കുറച്ച് കഴിയുമ്പോൾ ചില മിടുക്കി കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. എന്നാ പണിയെന്നറിയാവോ? ആ മുറത്തി ചാടിക്കൊത്തും, അതിനെ വെച്ചേക്കത്തില്ല. ശാസ്ത്രം കൊത്തി എങ്ങോട്ടാ ചെയ്യാൻ പോകുന്നറിയാവോ? ദൈവം തമ്പുരാൻ്റെ കയ്യെ 2024-27 ഇടയ്ക്ക് പിടിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തെങ്കിൽ ഈ തലമുറയിൽ തമ്പുരാൻ ഇതിനെ തെറിപ്പിച്ചേ തീരൂ. പുരാതന മനുഷ്യന്റെ ആയുസ് ശാസ്ത്രം കണ്ടുപിടിച്ചു. 900-ൽ പരം വർഷം കിട്ടിയ അസ്ഥിപഞ്ജനങ്ങൾ പലിയന്റോളജിക്കൽ ടെസ്റ്റിലിട്ടപ്പോൾ 900-ൽ പരം വർഷം കമ്പ്യൂട്ടർ പറഞ്ഞു. അത് തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തിരുവചനം പറയുന്നു. പുരാതന മനുഷ്യന്റെ ആയുസ് 900-ൽ പരം വർഷം. ലോകത്തിലെ ഏറ്റവും വലിയ ശവക്കോട്ട എവിടാന്നറിയാവോ? സെമിത്തറി. അമേരിക്കയിലല്ല, ഇംഗ്ലണ്ടിലല്ല, യൂറോപ്പിലല്ല, കേരളത്തിലുമല്ല. നിങ്ങളെല്ലാം അതും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശവക്കല്ലറയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കയ്യിലിരിപ്പുണ്ട് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം എടുത്താൽ കാണാം. ജനിച്ചു മരിച്ചു ഇത്ര, ജനിച്ചു മരിച്ചു, വയസ്സ് നോക്കിക്കേ. 900, 950, 960. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം വെട്ടിച്ചുരുക്കി. 6-ാം അധ്യായം ഉൽപ്പത്തി 120. എന്നിട്ട് അവൻ പിടിക്കാൻ കിട്ടുന്നില്ല. തമ്പുരാൻ വീണ്ടും വെട്ടിച്ചുരുക്കി. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഒരൊറ്റ വീട്ടിൽ ഒരു വീട്ടമ്മയും വായിക്കത്തില്ല, ഗൃഹനാഥനും വായിക്കത്തില്ല.
അത് വായിക്കുന്നത് പാസ്റ്റർമാരെ വായിക്കത്തുള്ളൂ, അത് എല്ലായിടത്തും ഒരു വായിക്കത്തില്ല. ഗൃഹപ്രവേശനത്തിനോ കല്യാണത്തിനോ വീട്ടുപ്രാർത്ഥനയ്ക്ക് അനക്കത്തില്ല. അത് പ്രൈസ് ദി ലോർഡ്. അത് പശ വെച്ച് ഒട്ടിച്ചു വെക്കുക പേജെല്ലാം. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ദൈവദാസന്മാരെ സാധാരണ വായിക്കത്തുള്ളൂ. വായിക്കുമ്പോൾ അവർക്കൊരു വിറയലും ഉണ്ട്. അതിങ്ങനെ അവർ വായിക്കും: ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഇത് പറയുമ്പോൾ താഴെ ഒരു സൂത്രം കാണും. അതുകൊണ്ടാ വേറെ എങ്ങും വായിക്കത്തില്ല. അബദ്ധത്തിൽ അതിനെ പശ വെച്ച് ഒട്ടിച്ചു വെക്കും. ഇന്നത് സയൻസ് അത് സമ്മതിച്ച് കറക്റ്റാ. നിങ്ങൾ നോക്കിക്കേ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മനുഷ്യന്റെ ശരാശരി ആയുസ് 80. സയൻസ് 2024 27 ഇടയ്ക്ക് അതേ പിടിക്കാവുന്നു തുടങ്ങിക്കഴിഞ്ഞു പരിപാടി. 80-കാരൻ അപ്പച്ചനെ അങ്ങോട്ട് അവരുടെ കയ്യിലോട്ട് കൊടുക്കണം, ക്ലിനിക്കിലോട്ട്. പല്ലുമില്ല, കണ്ണും ചുവയെ നേരെ കാണാൻ മേല, മുടിയുമില്ല, തലമുടിയുമില്ല, ആകപ്പാടെ ചുക്കിച്ചൊളിച്ച മുഖവും കേൾക്കാൻ മേലാത്ത ചെവിയും, വിറച്ച് നടക്കുന്ന അപ്പച്ചനെ മക്കളോ കൊച്ചുമക്കളോ അവരുടെ ഓഫീസിൽ പിടിച്ച് കയറ്റുക. കോടിക്കണക്കിന് കാശ് കൊടുക്കണത് വേറെ കാര്യം. 40 ദിവസം കഴിഞ്ഞ് തിരിച്ച് അപ്പച്ചൻ ഇറങ്ങുമ്പോൾ എത്രയെന്ന് കേൾക്കണോ? 28. അങ്ങോട്ട് കയറിയത് 80, ഇങ്ങോട്ട് ഇറങ്ങിയത് 28. ടെക്നോളജിയുടെ പേരാണ് ടെലിമറൈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്. ഗുണം പിടിക്കാത്ത 80-കാരൻ്റെ കാര്യം പത്രത്തിൽ നമ്മൾ എന്നും വായിക്കുന്നുണ്ട്. അവന് 28 ആയാലോ. എന്നിട്ട് അടുത്തത് കേട്ടോണം, ഒരു 80 ദിവസത്തെ ട്രീറ്റ്മെന്റ് വേറെ. അവൻ പിന്നെ 140 വർഷം ജീവിച്ചിരിക്കാം. ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. ഈ പരിപാടി 2024, ഞാൻ ആണ്ട് പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം എന്തോ സംഭവിക്കുമെന്ന്. 2024 27 ഇടയ്ക്ക് ഇത് ഞങ്ങൾ ചെയ്യാമെന്ന് സയൻസ് പറയുമ്പോൾ, ചന്ദ്രനിൽ നിന്ന് കറണ്ട് 2030 കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ, ലോകമാഗമനം ഈ പുരോഗതിയുടെ ചിത്രം പാടുമ്പോൾ, ശാസ്ത്രം ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു ചേരി ഞാൻ കാണിക്കാം. എല്ലാ പട്ടണങ്ങളിലും പടുകൂറ്റൻ കെട്ടിടങ്ങൾ, നല്ലതാ കാണാൻ ഭംഗി, കൊല്ലത്തി എന്നാലും സകല പട്ടണത്തിലും. എന്നാൽ ഈ പട്ടണങ്ങൾക്കെല്ലാം ഒരു ചേരിയുണ്ട്, അതാരും കാണത്തില്ല. ഈ വലിയ പുരോഗതിയുടെ സംഭവങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ചേരി കണ്ടോണം. അത് കാണുമ്പോൾ മനസ്സിലാവും എന്തോ ഈ ലോകത്തിന് സംഭവിക്കുന്നു. ഈ മുളവന മുതൽ അമേരിക്ക വരെ എവിടെ ചെന്നാൽ ഈ ചേരിയുടെ സ്വരം കേൾക്കാം. ഭീതിയും ഭയവും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം, സമാധാനമില്ലാത്ത ജനതതി, സ്വസ്ഥതയില്ലാത്ത സമൂഹം, കുടുംബജീവിതത്തിന്റെ സാന്ദ്രതയും മണിനാദവും തകർന്നുപോയ ലോകം, വറ്റി വരണ്ട ആത്മാർത്ഥത, ഉറവയില്ലാത്ത സ്നേഹം, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത കുഞ്ഞുങ്ങളെ യാതൊന്നും കരുതാത്ത, ജീവിതത്തിന്റെ നെട്ടോട്ടത്തിൽ കുഞ്ഞുങ്ങളെ കരുതാത്ത മാതാപിതാക്കൾ. ശരിയാണ്. ഞങ്ങളുടെ കോട്ടയത്ത് ഒരു ചെറുക്കനെ ഈയിടെ അറസ്റ്റ് ചെയ്ത് 1 മാസമായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെയാ പോലീസ് പിടിച്ചത് നാഗമ്പട സ്റ്റാൻഡിലിട്ട്. ഇവനെ പിടിക്കാൻ കാര്യം, ഇവനെ അവർ ചെക്ക് ചെയ്തപ്പം കണ്ണെഴുതിയിട്ടുണ്ട്. പെണ്ണല്ല, ആഞ്ചെറുക്കൻ. അന്വേഷിച്ചപ്പോൾ അപ്പൻ കോട്ടയം പട്ടണത്തിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ, അമ്മ അതേ പട്ടണത്തിലെ അറിയപ്പെടുന്ന ഒരു കോളേജിലെ പ്രൊഫസർ. അവർക്ക് ആ ഓട്ടത്തിലോടി ചെറുക്കനെ നോക്കാൻ മറന്നുപോയി. അവൻ്റെ ബിസിനസ് കഞ്ചാവ് കച്ചവടം, കഞ്ചാവ് തീറ്റി. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത കുഞ്ഞുങ്ങളെ കരുതാത്ത മാതാപിതാക്കൾ. ശരിയാണോ? നോക്കിക്കേ, ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമായ കുടുംബജീവിതം, പെരുകുന്ന വിവാഹമോചനം, ഡിവോഴ്സ്. ക്രൈസ്തവ ലോകത്തിൽ 50 വർഷം മുമ്പ് വിവാഹമോചനം കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ സ്ഥിതി തല താഴ്ത്തി പിടിച്ച് പറയണ്ടേ. പെരുകുന്ന 2 ബിസിനസ്. രണ്ടാമത്തതിന് ആരാ പേരിട്ടെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കണ്ട ഒരു അവാർഡ് കൊടുക്കാൻ. ലോകം മുഴുവൻ 2 ഭയങ്കര ബിസിനസ്. ഒന്ന് മയക്കുമരുന്ന്, തകർത്ത് കൊഴുത്ത ബിസിനസ്. ഒരു ഗവൺമെന്റിനും പിടിക്കാൻ ഒക്കുന്നില്ല, ഒരു ഗവൺമെന്റിനും കണക്കം കൊടുക്കണ്ട. രണ്ടാമത്തെ ബിസിനസ്സിന് പേരിട്ടയാളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എവിടുന്ന് കിട്ടുമെന്ന്. കേൾക്കണോ? ബിസിനസ് കേട്ടാൽ നല്ല പേരാ, ലേഡീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സഹോദരിമാർ നടത്തുന്ന കടയെന്നല്ല, പെൺവാണിഭം. 23% ചെറുപ്പക്കാർക്ക് മാനസിക രോഗം. വേറെ ഒരു വിഭാഗത്തിന് വേറെ അഡിക്റ്റ്. ഏതാ? നീ എവിടെടാ കുഞ്ഞേ? ഞാൻ നെറ്റിനകത്താ. നെറ്റ് അഡിക്റ്റ്. ഏതാ? കിണറിനിടുന്ന വലയല്ല, ഇന്റർനെറ്റ് അഡിക്റ്റ്. നോക്കിക്കോണം. അടുത്തത് അയൽ സ്നേഹം തകർന്നുപോയി. 5.5 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വായി പോകാൻ ഒരുങ്ങുന്ന മനുഷ്യൻ അയൽപക്കത്ത് താമസിക്കുന്ന ആരാ? എനിക്കറിയാൻ മേല. ശരിയാണോ? പ്രൈസ് ദി ലോർഡ്. ഇനിയും പൊതുവെ നോക്കിക്കേ, അഴിമതിയുടെ മണം പിടിച്ച ഭരണകൂടങ്ങൾ പലതും, സന്മാർഗികത നശിച്ചതിന്റെ ദുർഗന്ധം വമിക്കുന്ന വാർത്തകൾ ദിവസവും, തകർന്ന് തരിപ്പണമായ സാമ്പത്തിക സിസ്റ്റം. ഒന്ന് ചേർത്ത് പഠിച്ച ഇതെല്ലാം ആ ചേരി ഒന്നിച്ച്. തകർന്ന് തരിപ്പണമായ സാമ്പത്തിക സിസ്റ്റം. ഈ ലോകത്തിലെ മുഴുവൻ ആളുകളെയും 2 മിനിറ്റിനകം 12 പ്രാവശ്യം കൊന്നു തീർക്കാൻ തക്കവണ്ണം മതിയായ അനേകം അണുവായുധങ്ങളുമായി നിൽക്കുന്ന 12ഓളം രാജ്യങ്ങൾ. ആറ്റം ഭീതി.
ഗവൺമെന്റുകളെക്കാൾ ശക്തിയോടെ നിൽക്കുന്ന തീവ്രവാദികൾ. ഇന്നും കാശ്മീരിൽ അപകടം ഉണ്ടായി. ലോകം മുഴുവൻ തീവ്രവാദികൾ പെരുകുന്നു. അങ്ങനെ ഒരു വശത്തെ, മറുവശത്തെ ചങ്ങലയ്ക്ക് ഭ്രാന്തെന്ന് കേട്ടോ, കാലാവസ്ഥയ്ക്ക് ഭ്രാന്ത്. ഈ ഭൂമിയെ ഞാൻ ചുട്ടുകത്തിക്കുന്ന വൈരാഗ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന സൂര്യൻ, അവന്റെ കോപത്തിന് സയൻസ് ഇട്ട പേരാ ഗ്ലോബൽ വാർമിംഗ്. ആരോ അടിത്തറ ഇളക്കിയതുപോലെ ഇളകിക്കഴിഞ്ഞ ഭൂമിയുടെ അടി 60 കിലോമീറ്റർ താഴെ പാളികൾ, തന്നിമിത്തം തുടരെ ഉണ്ടാകുന്ന ഭൂകമ്പം, ഗന്ധകം തുപ്പുന്ന വൾക്കാനോ, അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ, 1.5 കോടി കിലോമീറ്റർ കീറിപ്പോയ ആകാശത്തിന്റെ 2ാമത്തെ തട്ട്, കൊല്ലത്തെയും കൊച്ചിയെയും, കേരളത്തിന്റെ റാണി അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയെയും കൊല്ലത്തെയും, അല്ലെങ്കിൽ അമേരിക്കയിലെ ന്യൂയോർക്കിനെ നോക്കി നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് കൊലച്ചിരിക്കുന്ന കടൽ, ഇതെല്ലാം കൊണ്ടൊന്ന് ചേർത്ത് പഠിച്ചേ. ഉത്തരം, ഈ ഭൂമിക്ക് ആരോ ചരമഗീതം പാടുന്നു അല്ലേ? അതാണ് തിരുവചനം പറയുന്നു, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഈ തലമുറയിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു. 3ാമത്തെ ലോകം കണ്ട 2 ഒഴിച്ചുമാറ്റൽ കണ്ടു. ലോകം കാണാൻ പോകുന്ന ഒരു ഒഴിച്ചുമാറ്റൽ, ഇംഗ്ലീഷിൽ ഇവാക്യുലേഷൻ, ഈ തലമുറയിൽ നടക്കാൻ പോകുന്നു. അത് പറയാൻ ആ ദൈവസഭയോട് കർത്താവ് പറഞ്ഞു, ദൂതേ, ഇതൊരു മതത്തിനെതിരല്ല, ഒരു സഭയ്ക്കെതിരല്ല, ഒരു മതത്തെ വിമർശിക്കാനല്ല, ഒരു സഭയെ വിമർശിക്കാനല്ല. ഇനി 1 മണിക്കൂർ എൻ്റെ മുമ്പിലുണ്ട്. തമ്പുരാൻ തന്ന ആലോചന പ്രകാരം പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ നിങ്ങൾ കേട്ടോണം. ഈ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു നോക്കിക്കേ. തിരുവചനം അറിയാവുന്നവർക്കെല്ലാം അറിയാം. വിദ്യാസമ്പന്നരാ നിങ്ങളെല്ലാം, സംഗതിയെല്ലാം വളരെ അറിയാവുന്ന കാര്യമില്ലേ? ദൂതന്മാരെ ദൈവം തേജസ്സിൽ സൃഷ്ടിച്ചു. തേജസ് എന്ന് പറയുന്ന ഒരു വസ്തുവല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ സ്വർഗീയമായ അനുഭൂതിയുടെ പേരാ തേജസ്. ദൂതന്മാരെ തേജസ്സിൽ സൃഷ്ടിച്ചു. മനുഷ്യനായ എന്നെ നിങ്ങളെയും മനുഷ്യവർഗത്തെ പൊടിയിൽ നിന്നും സൃഷ്ടിച്ചു. ദൂതനെ തേജസ്സിൽ, മനുഷ്യനെ പൊടിയിൽ നിന്നും. പക്ഷെ ദൂതനില്ലാത്തൊന്ന് മനുഷ്യന് തന്നു, തേജസ്സും ബഹുമാനവും അണിയിച്ചു. സ്തോത്രം. കരങ്ങളെ ഓർത്ത് സ്തുതിച്ചേ. അതൊക്കെ വിശദീകരിക്കണേ. ഒരു 1-2 രാത്രി വേണം. എന്തായി ബഹുമാനം, എന്തായി തേജസ്? ഒത്തിരി കാര്യമുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം പറയാം. ഇതിലെ പോകുന്ന കൊമ്പനാനയുടെ പൊക്കം അറിയാവോ? 10 അടി. ആഫ്രിക്കൻ ആനയുടെ പൊക്കം 13.5 അടി. തൂക്കം 6000 കിലോ. കൊണ്ടു നടക്കുന്ന ആനക്കാരൻ്റെ പൊക്കം 4 അടി. തൂക്കം 40 കിലോ. അത് പകുതി ഡയബറ്റിക്കും പൈൽസും. എന്നാൽ ഈ 6000 കിലോയുടെ തിരിയടാ അവൻ തിരിയും, മുട്ടുകുത്തടാ അവൻ കുത്തും. എന്താ? ആനക്കാരന്റെ തടിമിടുക്കല്ല, തമ്പുരാന്റെ അനുഗ്രഹം. മനസ്സിലായോ? തേജസ്സും ബഹുമാനവും അണിയിച്ചു. ദൂതനെ തേജസ് സൃഷ്ടിച്ചു, എന്നെയും നിങ്ങളെയും മനുഷ്യവർഗത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു, തേജസ്സും ബഹുമാനവും അണിയിച്ചു. പക്ഷെങ്കിൽ തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ട ദൂതൻ തന്റെ വാസസ്ഥലം കാത്തുകൊള്ളാതിരുന്നതിനാൽ ദൈവം അവന്റെ ദൂതത്വം കളഞ്ഞവൻ സാത്താനായി. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, സാത്താനായ ദൂതൻ കൊന്നിട്ടില്ല, അവന്റെ പൗറ് കളഞ്ഞില്ല, അവന്റെ തേജസ്സേ കളഞ്ഞുള്ളൂ. അവൻ നോക്കിയപ്പോ 2 തേജസ്സും ബഹുമാനവുമായിട്ട് ഓടി നടക്കുന്നു. അതിന്റെ തെളിവാ 2 നഗ്നരാ. പക്ഷെ നഗ്നത എന്നാന്നറിയാനും മേല. പ്രലോഭിപ്പിച്ചവൻ മനുഷ്യന്റെ തേജസ്സും ബഹുമാനവും കളയിച്ചു. പാപത്തിൽ മനുഷ്യൻ വീണു. നമ്മുടെ വിഷയത്തിലേക്ക് വേഗം വരാം. 6 മാസം കഴിഞ്ഞല്ല, അന്ന് തന്നെ യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി 3 പ്രഖ്യാപനം നടത്തി. ഏദൻ തോട്ടത്തിൽ, സ്വർഗത്തിൽ ഒരു പ്രഖ്യാപനവും നടത്തി. ഏദൻ തോട്ടത്തിൽ 3 കാര്യം പറഞ്ഞു. ആദ്യമേ ഇതിനെല്ലാം കാരണക്കാരനായ സാത്താനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. പുരുഷനോട് സ്ത്രീയോടും പറഞ്ഞു, പുരുഷനോട് പറഞ്ഞു നിനക്ക് കഷ്ടത. ഉൽപ്പത്തി പുസ്തകം 3 വായിച്ചോണം. സ്ത്രീയോട് പറഞ്ഞ കഷ്ടത തന്നെയല്ല, നിനക്ക് ഗർഭധാരണം. അതല്ലേ ഈ സയൻസ് പഠിച്ച പണിയെല്ലാം നോക്കിയിട്ട് പുരുഷന് ഗർഭം കിട്ടുന്നില്ല. കൃത്രിമ ഗർഭപാത്രം വരെ പുരുഷന്റെ വയറ്റിന് അത് വെച്ച് നോക്കിയിട്ട് അവന് വയറ്റുവേദന കൂടിയതല്ലാതെ അവൻ ഗർഭം ധരിക്കത്തില്ല. തമ്പുരാ സ്ത്രീക്ക് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നിനക്ക് കഷ്ടവും ഗർഭധാരണവും. പുരുഷന് ആ കഷ്ടത. ശ്രദ്ധിച്ചോണം. അടുത്തത് പറഞ്ഞത്, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. വാക്ക് ശ്രദ്ധിക്കണേ. പൊടിയാകുന്നു, പൊടി. ദൈവമക്കളല്ലേ ഒന്ന് ചേർന്ന് പറഞ്ഞേ. ജോസ് ഭാഷ മേലെ ചോറുണ്ടോരല്ല ഒന്ന് പറഞ്ഞേ. പൊടിയാകുന്നു, പൊടിയിൽ തീരുവെന്നല്ല, ചേരും. ഇതിൽ
കാലസമ്പൂർണ്ണ വേറെ ഒരു പ്രഖ്യാപനം സ്വർഗത്തിൽ നടത്തി, ഭൂമിയിലല്ല, സ്വർഗത്തിൽ. അതന്നെ, അതാ ഏറ്റവും സന്തോഷം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. ഈ പരിപാടിയെല്ലാം തീർത്തെടുക്കുവാൻ തമ്പുരാൻ സാത്താന്റെ തല തകർക്കുവാൻ ഒരു കുഞ്ഞാട് ലോകസ്ഥാപനം മുതൽ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ അറുക്കപ്പെട്ടു. 30 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. മുക്കടയിൽ 10 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. ഒരു എഞ്ചിനീയറെ വിളിച്ച് നല്ലൊരു വീടിന്റെ പ്ലാൻ വരയ്ക്കും. എത്ര ബെഡ്റൂം, എത്ര ടോയ്ലറ്റ്, എവിടെ സിറ്റ് ഔട്ട്, എത്ര അടുക്കള, എല്ലാം മറിച്ച് എഞ്ചിനീയറിങ്ങോട്ട് തരുമ്പം വീടില്ല, അവിടെ കപ്പ നിൽക്കുക, അല്ലെ റബ്ബർ നിൽക്കുക. പക്ഷേ ഗ്രഹനാഥന്റെ കയ്യിലിരിപ്പുണ്ട് വീടിന്റെ ഫോട്ടോ, അല്ലെ പടം വരച്ചത്, പണിയുന്നതാ. ഇതുപോലെ ഒന്നും ആകുന്നതിന് മുൻപ് സ്വർഗത്തിലൊരു ചിത്രം, ഒരു കുഞ്ഞാട് അറക്കപ്പെടണം. ആ കുഞ്ഞാട് മനുഷ്യ കുഞ്ഞാടല്ല, യഹോവയായ ദൈവം മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു മനുഷ്യനല്ല, ദൈവം തന്നെ. വചനം മാംസമായത് മനുഷ്യവർഗത്തിന്റെ പാപം മാറ്റുവാൻ, സാത്താന്റെ തല തകർക്കാൻ, എല്ലാത്തിനും വേണ്ടി. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, പെന്തിക്കോസ്തുകാരുടെ ദൈവമല്ല, ആകമാന മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ ഏകപരിഹാരം അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് പോവുക. പറഞ്ഞതെല്ലാം വരുന്ന കണ്ടോണം. പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞു നിനക്ക് കഷ്ടം, പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ആ യേശുവിന്റെ രക്തത്തിൽ കൂടി പാപം മായിച്ചവരോട് പറയുന്നു, കഷ്ടം അനുഭവിക്കാൻ നിനക്ക് വരം. അതിനെ മാറ്റി. ഫിലിപ്പിയ ലേഖനം 1:27 മുതൽ കഴിക്കുമ്പോൾ കാണാം, കഷ്ടമെന്നല്ല, കഷ്ടം അനുഭവിക്കാൻ വരം. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് ചേരുമെന്ന് പറഞ്ഞെങ്കിൽ ആ അറിവ് വെച്ചുകൊണ്ടാണ് ദാവീദ് പാടി, അവർ പൊടിയത്രയെന്നവൻ ഓർക്കുന്നു. ആ അറിവിന്റെ വെളിച്ചത്തിൽ മോശ തന്റെ സഹോദരന്റെ ശവസംസ്കാരത്തിൽ പാടി, പ്രൈസ് ദി ലോർഡ്, മനുഷ്യപുത്രന്മാരെ നീ തിരികെ വരുവീൻ, നീ പൊടിയിലേക്ക് ചേരുന്നു. എന്നാൽ അന്ത്യകാല പ്രവചനം കൊടുത്തുവിട്ട ഒരൊറ്റ പ്രവാചകൻ പഴയ നിയമകാലത്ത് ദാനിയേൽ, അദ്ദേഹത്തിന് വെളിപ്പെട്ടു. അങ്ങനല്ല, ദാനിയേൽ 12:4, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊണ്ടവരിൽ പലരും നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കായും ഉണരും. അപ്പോൾ പൊടിയിൽ തീരുകയല്ല, പൊടിയിൽ നിന്ന് രണ്ടൊരാക്ഷൻ ഉണ്ടാകും. ഒരു കൂട്ടർ നിത്യജീവനായി, ഒരു കൂട്ടർ നിത്യനിന്ദയ്ക്കായി ഉണരും. എങ്കിൽ കൃപായുഗം വന്നപ്പോൾ സാത്താന്റെ തല തകർത്തില്ല, തകർക്കാൻ പോകുക. അതാ ഈ പരിപാടി ഇപ്പം വരാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം ദൈവം തമ്പുരാൻ ചെയ്തത് ദൈവമക്കൾക്കും മാത്രം ബാധകം. സാത്താനെ, പിശാചിന്റെ ശക്തി എന്ന് പറയുന്നത് പ്രകൃതിയിൽ, റോഡിൽ, വഴിയിൽ, നദികളിൽ, സമുദ്രത്തിൽ, ബെർമുഡ ട്രയാങ്കിൾ മുതൽ കടലിലും കരയിലും എല്ലാം അവന്റെ ആധിപത്യമുണ്ട്. പ്രപഞ്ചങ്ങളിലുണ്ട്, ഗോളങ്ങളിലുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും അവന്റെ ആധിപത്യമുണ്ട്, ഇന്നുമുണ്ടെന്നാൽ ഒരു കൂട്ടരുടെ മരിക്കൽ മാത്രം നടക്കത്തില്ല. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർക്കൊരു വാഗ്ദത്തം, വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവറിയിൽ ആയുധവർഗം വെപ്പിച്ചു. കൊലോസ്യർ 2:13-14. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ നേരത്തെ പറഞ്ഞു, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കത്തില്ല, നിന്റെ വശത്ത് 1000-ങ്ങളും നിന്റെ വലത്തുവശത്ത് 10,000-ങ്ങളും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്തരീക്ഷത്തെ ഭരിക്കുന്നത് സാത്താന്റെ ശക്തിയാ. ഈ ആകാശത്തെ, ശൂന്യാകാശത്തെ, പ്രപഞ്ചത്തെ സയൻസ് പോലും തെളിയിച്ചു. നോക്കിക്കേ, ഒറ്റ പ്ലെയിൻ പോകത്തില്ല ബെർമുഡ ട്രയാങ്കിളിന്റെ മേളിൽ കൂടെ. എന്തുകൊണ്ട്? ഒരു ശക്തിയുണ്ട്, ഇല്ലേ? എന്നാൽ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ, പ്രകൃതിയിൽ എല്ലാമായി ശക്തി ഉണ്ടെങ്കിൽ ഒരു കൂട്ടർക്ക് മാത്രമായി ശക്തി ഏൽക്കത്തില്ല. ആർക്ക്? കുഞ്ഞാടിന്റെ രക്തത്തിൽ വീണ്ടും ജനിച്ചവർക്ക് വാഗ്ദത്തം, വാഴ്ചകളെയും അധികാരങ്ങളെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൽവറിയിൽ തറച്ചു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച്. എന്നാൽ ഇനി അവന്റെ തല തകർക്കണം. ഈ തലമുറയിൽ സംഭവിക്കണം. ഈ തലമുറ 2-3 കാര്യം കാണാൻ പോവുക. പ്രധാന കാര്യം നമുക്ക് വേഗം ചിന്തിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. കോളേജിൽ പഠിക്കുന്നവർ, ഹൈസ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. എന്ന് കൈപൊക്കിക്കേ ഇല്ല, ധൈര്യത്തോടെ കൈപൊക്കാൻ പേടി. കാശ് കൊടുത്തല്ലേ പഠിക്കുന്നത്. 2013 ഏറ്റവും വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം എന്താ? പറയണ്ട, പ്രായമുള്ളവർക്കൊക്കെ അറിയാം. 2013 ശാസ്ത്രീയ കണ്ടുപിടുത്തം പേപ്പറിലൊക്കെ വന്നതാ. 2 ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം കണ്ടുപിടിച്ചു. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ പീറ്റർ W. വിങ്സ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ബെൽജിയക്കാരൻ ഫ്രാൻകോയിസ് എൻഗ്ലർട്ട്,
ഫ്രാൻകോയിസ് എൻഗ്ലട്ട് രണ്ടുപേരും കൂടെ എന്നാ കണ്ടുപിടിച്ചെന്നറിയാവോ? ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ കണ കണ്ടുപിടിച്ച് അതിൻ്റെ പേരാ ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവഗണം. അവർ കണ്ടുപിടിച്ചു. എല്ലാ വ്യാപാരത്തിലും ദൈവഗണം, ദൈവം ഈ ഭൂമിയെ എങ്ങനെ സൃഷ്ടിച്ചെന്ന് കണ്ടുപിടിച്ചു. അതിനിട്ട പേരാ ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവഗണം. ഞാൻ ആ വിശദത്തിലേക്ക് പോകുന്നില്ല, ബൈബിളിലുണ്ടത്. അവർക്ക് കഴിഞ്ഞ വർഷം നോബൽ സമ്മാനം കിട്ടി. ഒക്ടോബറിൽ കണ്ടുപിടുത്തത്തിന്റെ നോബൽ സമ്മാനം കിട്ടി. അത്ര ലോകത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനമാണ് നോബൽ സമ്മാനം. അത് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടി. സയന്റിഫിക് ശാസ്ത്രത്തിന്റെ നോബൽ സമ്മാനം രണ്ടുപേരും വീതിച്ചെടുത്തു കഴിഞ്ഞ ഒക്ടോബറിൽ. നമ്മുടെ വിഷയം നിരവധി ശാസ്ത്രജ്ഞന്മാർ ഈ കഴിഞ്ഞ വർഷം ക്രിസ്മസ് ആഘോഷിച്ചില്ല. ഡിസംബർ 25 ക്രിസ്മസ്. അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു മൂഡ് വന്നില്ല. കാരണം ക്രിസ്മസിന് 10 ദിവസം മുമ്പ് വേറൊരു കണ്ടുപിടുത്തം ഈ പീറ്റർ ഡബ്ല്യു വിങ്സും ഫ്രാൻകോയിൻ എൻഗ്ലട്ടും കൂടെ കണ്ടുപിടിച്ച ഗോഡ്സ് പാർട്ടിക്കിളിന്റെ ചുവട് പിടിച്ച് മറ്റൊരു ശാസ്ത്രജ്ഞൻ ഒരു പരിപാടി നടത്തി കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രെഡറിക് ജീൻ കോൾഡിംഗ് കോൾഡ്. ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റിയിലെ സീനിയർ പ്രൊഫസറാണ് ഫ്രെഡറിക് ജീൻ കോൾഡിംഗ് കോൾഡ്. കണ്ടുപിടിച്ചത് കേൾക്കണോ? ഈ പ്രപഞ്ചം അഭൂതപൂർവമായ ചൂടിനാൽ ചുരുങ്ങുന്നു. അടുത്തത് കേട്ടോണം. ഇത് ചുരുങ്ങി അടുത്ത ഭാവിയിൽ അതിന്റെ ആക്ഷൻ ഈ ഭൂമിക്കിട്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ബാക്കി പറയാം. 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഭൂമി, 700 കോടി ജനം ഇന്ന് വസിക്കുന്ന ഈ ഭൂമി, ഇന്ത്യ ഉൾപ്പെടെ 197 രാജ്യങ്ങളുള്ള ഈ ഭൂമി, ഒരു സെന്റിന് 8, 10, 20 ലക്ഷം രൂപ വില കൊടുത്ത് മേടിക്കുന്ന ഈ ഭൂമി, 100, 120 നിലയിൽ കെട്ടിടം ഉയർത്തി വച്ചിരിക്കുന്ന ഈ ഭൂമി അടുത്ത ഭാവിയിൽ കത്തി തീർന്നിട്ട് ഒരു സഹോദരിമാരുടെ ഭാഷ പറഞ്ഞാൽ അവലോസുണ്ടയുടെ വലിപ്പത്തിലുള്ള ഒരു തീയുണ്ടയാകും. അദ്ദേഹം പറയുന്ന വലിപ്പം അതൊന്നുമല്ല, അതിനൊക്കെ താത്ത. നിങ്ങളുടെ ഭാഷ ഞാൻ പറയുക, അവലോസുണ്ടയുടെ വലിപ്പത്തിലുള്ള ഒരു തീയുണ്ടയായി ഈ ഭൂഗോളം മാറുമെന്ന് പറഞ്ഞപ്പം ശാസ്ത്രജ്ഞന്മാർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ മൂടില്ല. എന്നാൽ അവരത് പറയുമ്പം വചനമറിയാവുന്ന ദൈവമക്കളും ദൈവദാസന്മാർക്ക് ഒരു ഭയവുമില്ല. അവര് പറയും ഞങ്ങൾക്കിത് പണ്ടേ അറിയാം. പത്രോസ് ലീഗ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. 2 പത്രോസ് 3:10. മത്സ്യബന്ധനം നടത്തി ജീവിച്ച സാമാന്യ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന പത്രോസ് ആത്മാവിന്റെ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ ഇന്നത്തെ ലോകത്തിന് വേണ്ടി എഴുതി, ഈ ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. അതാണ് അന്ത്യകാലം വന്നപ്പോൾ ജീൻ ഫ്രെഡറിക് കോൾഡിംഗ് കോൾഡ് കണ്ടുപിടിച്ചു. ശാസ്ത്രം അംഗീകരിച്ചെങ്കിൽ അതിനു മുമ്പ് ദൈവം നമ്പുരാൻ ഒരു ഒഴിച്ചുമാറ്റൽ നടത്തണം. ലോക ചരിത്രത്തിൽ 2 ഒഴിച്ചുമാറ്റൽ നടന്നു. 2ഉം പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, 2ാം ലോകമഹായുദ്ധം മൂർധന്യത്തിലേക്ക് വരുമ്പോൾ നാസി ഭരണാധികാരിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ, ജർമ്മൻ, അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷുകാരന് യൂറോപ്പിൽ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊല്ലും, എവിടെ ഉണ്ടെങ്കിലും ബ്രിട്ടീഷുകാരനെ കൊല്ലും ഞങ്ങൾ. ജോർജ് ആറാമൻ ചക്രവർത്തിയാണ് ബ്രിട്ടൻ ഭരിക്കുന്നത്. അദ്ദേഹം വളരെ പാടുപെട്ട് ബ്രിട്ടീഷുകാരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിച്ചു മാറ്റി. 2ാമത്തെ ലോകം കണ്ട ഒഴിച്ചുമാറ്റൽ, ലോകത്തിന് മുഴുവൻ അതിശയം എന്ന ഒഴിച്ചുമാറ്റൽ. അഭിമാനം ഇന്ത്യക്ക്, കുണ്ടറക്കാർക്കും അതിൻ്റെ മണമറിയാം. ആ ഒഴിച്ചുമാറ്റലിൻ്റെ 1990കളിൽ ഇറാഖ് ഭരണാധികാരി സദാം ഹുസൈൻ കുവൈറ്റ് കയറി പിടിച്ചു. കുവൈറ്റിനെ തൻ്റെ 24ാമത്തെ ഡിസ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. കോട്ടയം ജില്ലയുടെ വലിപ്പമുള്ള കുവൈറ്റ്. ഒറ്റ രാത്രി കുവൈറ്റിലെ രാജാവായ അമീർ കാർമാർഗം സ്ഥലം വിട്ടു. ജീവരക്ഷാർത്ഥം അദ്ദേഹം ഓടി, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെല്ലാം ഓടി. ഒരുമാതിരിപ്പെട്ട കുവൈറ്റികളെല്ലാം സ്ഥലം വിട്ടു. എയർപോർട്ട് അടച്ചു, ഓഫീസുകൾ അടച്ചു. പലസ്തീനികൾ എരച്ച് കയറി കൊള്ളയടിയും തുടങ്ങി. 10,000 ഇന്ത്യക്കാർ ആ കൊച്ചു രാജ്യത്തിൽ കുടുങ്ങി. എങ്ങോട്ട് പോകാനാ? കടകളില്ല, ജോലിയില്ല, ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ല, യാതൊന്നുമില്ല. ആകെ നമ്മുടെ കുണ്ടറക്കാരെല്ലാം ഇല്ലേ, കോട്ടയംകാരുണ്ട്, ആരാ ഇല്ലാത്ത നമ്മുടെ രക്തബന്ധങ്ങളില്ലേ. ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത കാര്യം ഒരിക്കലും മറക്കാനൊക്കത്തില്ല. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായി അന്നിരുന്ന അന്തരിച്ച ഗുജറാൾ അദ്ദേഹം മരിച്ചു. ഇറാഖിൽ ചെന്ന് ഈ ബഹളത്തിനിടയിൽ സദാം ഹുസൈനോട് പറഞ്ഞു, ഞങ്ങളുടെ ആളുകളെ ഒഴിച്ചു മാറ്റുന്നവരെ വരെ യുദ്ധം ചെയ്യരുത്. അമേരിക്കയോടും പറഞ്ഞു അല്പസാവകാശം തരണം. ഇന്ത്യക്കാരോട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ്, ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണം. നിങ്ങളുടെ ജോലി എന്നതാ?
വിസ ആരുടേതാ, എന്നാ ശമ്പളമുണ്ട്, പൈസ കയ്യിൽ എന്നാ ഉണ്ട്, എന്നാ വിദ്യാഭ്യാസമുണ്ട്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. രണ്ട് കാര്യം. ഒന്ന്, കുവൈറ്റ് എയർപോർട്ട് അടച്ചതിനാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വാഹനത്തിൽ കയറി അടുത്ത രാജ്യമായ യോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ വരണം. അമ്മാനിൽ വന്നാൽ മതി, എങ്ങനെയും വരണം. അങ്ങനെ നമ്മുടെ ആളെല്ലാം വന്നത്. രണ്ട്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണ് തെളിയിക്കാൻ ഒരു ഇന്ത്യയുടെ പാസ്പോർട്ട് കാണണം. എങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബോംബെയിൽ എത്തിക്കും. കറക്റ്റായിട്ട് നമ്മുടെ ഗവൺമെന്റ് അത് ചെയ്തു. അമേരിക്ക പോലും അതിശയിച്ചു പോയി, ഈ രാജ്യം ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തെന്ന്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ മിടുക്ക്. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. എങ്കിൽ മൂന്നാമത്തെ ഒഴിച്ചുമാറ്റൽ ഈ ലോകത്തിൽ നടത്താൻ പോകുന്നു. അത് നടത്തുന്ന ഗവൺമെന്റിന്റെ പേരാ സ്വർഗീയ ഗവൺമെന്റ്. ഈ ലോകം സാത്താന്റെ കയ്യിലോട്ട് ഈ തലമുറയിൽ വീഴാൻ പോവുക. ഈ തലമുറ വീഴുമ്പോൾ, ഈ ലോകം സാത്താൻ ഭരിക്കുമ്പോൾ, ഇവിടെ ഇട്ടവനെ തകർക്കും, അവന്റെ തല തകർക്കും. സർപ്പത്തിന്റെ തല സ്ത്രീയുടെ സന്തതിയാകുന്ന ക്രിസ്തു തകർക്കും. ആ തകർക്കുന്ന പ്രോസിന്റെ പേരാണ് അർമഗദോൻ യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടി 2009 ശേഷം ഇസ്രായേൽ 1500 കിലോമീറ്റർ ഡിമാർക്കേറ്റ് ചെയ്ത് 8 ലൈൻ മുള്ളു കമ്പി അടിച്ച് ലെവൽ അടിച്ചിട്ടിരിക്കുന്നു. മശിഹ ഇറങ്ങി വരാൻ. പ്രൈസ് ദി ലോർഡ്. അറിയാമോ? ഹല്ലേലൂയ. തീർന്നില്ല. കർത്താവ് പോയത് ഒലിവുമലയിൽ നിന്നാണെങ്കിൽ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ പോയതുപോലെ കാണുമെന്ന് പറഞ്ഞെങ്കിൽ യെരുശലേമിന്റെ കിഴക്ക് വശത്തുള്ള ഒലിവുമല ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവർ ഓടിയെത്തുന്ന സ്ഥലം. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന 3 മതങ്ങളുടെ സംഗമമാണ് പലസ്തീൻ. യഹൂദ മതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം. ക്രൈസ്തവർ പറയുന്ന ഹോളി ലാൻഡ്. അവിടെ പോയാൽ 2 സ്ഥലം കാണാതെ ആരും വരത്തില്ല. ഒന്ന് കാൽവറി, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച സ്ഥലം. 2 സ്വർഗാരോഹണം ചെയ്ത സ്ഥലം ഒലിവുമല. അതുകൊണ്ടാണ് അവിടെ വരുന്ന ആളുകളുടെ താമസത്തിനും സാമ്പത്തിക നേട്ടത്തിനും സുപ്രസിദ്ധ ഫ്രഞ്ച് കമ്പനി ഒലിവുമലയുടെ ഒരു സൈഡ് മുഴുവൻ വിലയ്ക്ക് മേടിച്ചു. അന്നത്തെ കണക്ക് 9 നിലയിൽ ഒരു കെട്ടിടം വെക്കാൻ, സഞ്ചാരികൾക്ക് താമസിക്കാനും ഒലിവുമല കാണാനും സ്ഥലം മേടിച്ചു. 9 നിലയിൽ ഒരു പ്ലാൻ ഇട്ടത് 18 നില വരെ അവർക്കാകണം. അതിനുവേണ്ടി ജിയോളജിക്കൽ എഞ്ചിനീയേഴ്സിനെ വിട്ടു. എത്ര അടി വരെ താക്കണം സർവേ ചെയ്യാൻ പറഞ്ഞു. അവർ ജിയോളജിക്കൽ സർവേ ചെയ്തിട്ട് ഫ്രാൻസുകാരോട് രഹസ്യമായിട്ട് പറഞ്ഞു, അഡ്വാൻസ് കൊടുത്ത പൈസ കിട്ടുമെങ്കിൽ മേടിച്ച് മാറിക്കൂ, ഇവിടെ ഒരു കെട്ടിടവും വെക്കരുത്, ഇതിനടിയിൽ ഭയങ്കരമായ ഇരച്ചിൽ കേൾക്കുന്നു, ഇതേത് സമയത്തും പിളരും. ഇത് 998 നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. എങ്കിൽ 2600 വർഷം മുമ്പ് സെഖറിയാ പ്രവാചകൻ പറഞ്ഞു. സെഖറിയാ പ്രവാചകന്റെ പുസ്തകം 14:4 ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയിട്ട് പിളരും, ഒരു താഴ്വര വരും, അവിടെ എൻ്റെ പ്രിയൻ ഞാൻ നിങ്ങൾ ഇറങ്ങി വരാൻ, അവിടെ അതിനടിയിലും ഹല്ലേലൂയ എരമ്പൽ കേൾക്കുന്നെങ്കിൽ അതിന് 7 വർഷം മുമ്പ് എൻ്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഈ തലമുറയിൽ ഞാൻ നിങ്ങളെ വേഗം ഒരു ഹൈവേ കൂടെ കയറ്റാം. നേരെ മനസ്സിലാക്കാം. ഹൈവേ അറിയാമല്ലോ, കുണ്ടറ വഴി ഒരു ഹൈവേ പോകുന്നുണ്ട്. 220 ആണെന്ന് തോന്നുന്നു. ഏറ്റവും വലിയ ഹൈവേ കേരളത്തിൽ NH47 കാശ്മീരിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് സേലം വരെ കേരളത്തിലെ പ്രധാന പട്ടണങ്ങളെല്ലാം ടച്ച് ചെയ്യും. NH47 തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കൊച്ചി, തൃശ്ശൂർ, പാലക്കാട്, തമിഴ്നാട്ടിൽ കയറും. വേദപുസ്തകത്തിൽ 2800 കിലോമീറ്റർ നീളത്തിനൊരു ഹൈവേ ഉണ്ട്. അതെല്ലാം ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. 2800 കിലോമീറ്റർ ഒന്ന് ഓടിക്കേറ്റാം നിങ്ങളെ. അത് കാണുമ്പോൾ മനസ്സിലാകും സംഗതി റെഡിയാണോ. 2800 കിലോമീറ്റർ ഞാൻ പറയുന്നത് 2800 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പ്രവചനം. ഹൈവേ 4-5 പട്ടണത്തിൽ കയറുന്ന പോലെ ഈ ഹൈവേ എവിടെല്ലാം കയറിയെന്നറിയാവൂ ഈ പ്രവചനം. പത്രോസ്ലീഹയുടെ പ്രസംഗം, നമ്മുടെ കർത്താവിൻ്റെ തിരുവായ്മൊഴി, യോഹന്നാൻ അപ്പോസ്തലന്റെ ദർശനം, ലോകത്തിലെ സോളാർ ശാസ്ത്രജ്ഞന്മാരുടെ മുറി, ഇപ്പം ലോകത്തിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി വന്ന് നിൽക്കുക നമ്മുടെ റോഡ്. വായിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ ദൈവദാസനെ അപ്പോസ്തല പ്രവൃത്തി 2:16 എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വായിക്കാൻ. ഹല്ലേലൂയ. അത് എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് വായിച്ചേ. അതിന്റെ ശേഷമോ ആ വാക്യം ശ്രദ്ധിച്ചോണം. 2800 വർഷം മുമ്പേ ഈ പ്രവചനം ആരംഭിച്ചതാ. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അടുത്തത്
നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അടുത്ത വാക്യം, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. BC 800 2800 വർഷം മുമ്പ് നോക്കിക്കോണം. ആദ്യമേ നമുക്ക് പത്രോസ്ലീഹയുടെ ഓഫീസിലോട് കയറാം. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:16 വായിച്ചേ. AD 30 വായിച്ചോ. അപ്പോസ്തലപ്രവൃത്തി 2:16. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ. അടുത്തപോലെ, അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും. വാക്യം ശ്രദ്ധിക്കണം. യോവേൽ പറഞ്ഞു ഇതിന്റെ ശേഷം, പത്രോസ്ലീഹ പറഞ്ഞു അന്ത്യകാലത്തെ, അതാ ഈ കാലം. അടുത്തത് കേട്ടു, ഒന്ന് വായിച്ചേ. ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരെന്ന കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഇതിനു മുമ്പ് ഇതുണ്ടോ? 50 വർഷം ഇവിടെ കൈവെക്കാൻ പറഞ്ഞ ഒരെണ്ണം കൈ താക്കും. ആണോ? ഇന്ന് സംഗതി മാറിയത് കണ്ടോ? ലോകം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാ രാജ്യങ്ങളിലും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അടുത്ത വാക്യം, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പ്രവചിക്കാൻ തുടങ്ങിയത് കണ്ടോ നിങ്ങൾ? നിങ്ങളുടെ സഭയിലില്ലേ? നമ്മുടെ ഇടയിലില്ലേ? അടുത്ത വാക്യം വായിച്ചേ. യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ആത്മീയരുടെ കാര്യം, നിങ്ങളുടെ നാട്ടുകാരുടെ അല്ല, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. വേദോസ്തവത്തിലെ അല്ലാത്ത യൗവനക്കാരൻ ഉറങ്ങുന്നതിന് മുമ്പ് കണ്ട സൂത്രത്തിന്റെ ബാക്കി കാണും. ഏതാ? അവൻ മരത്തിന്റെ മേളിലും അവൾ താഴെ ഇരിക്കുന്ന അവരതും കാണും. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാരുണ്ടല്ലോ, അവര് സ്വപ്നം കാണും. അല്ലാത്ത വൃദ്ധം പറയും ഓൺറോ ഓന കുത്താൻ വരുന്ന പിടിയാടാ കെട്ടടാ. ദൈവമക്കളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അടുത്ത വാക്യം, എന്റെ ദാസന്മാരുടെ മേലും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ദാസിമാരുടെ മേലും ഇവിടെ ഞാൻ ആ നാടുകളിൽ സന്തോഷിക്കാതിരിക്കാനൊക്കെ ഇതിൽ അറിയാവോ? എന്റെ വീട്ടുകാരുടെ പേര് സൂസമ്മ. സൂസമ്മയെ സഹായിക്കാൻ ഒരു അമ്മണി വരുമായിരുന്നു 3 വർഷമായി. ഇപ്പൊ നീ അമ്മണി പറയുക, സാറേ ആഴ്ച 2 ദിവസം സൗദി തരണം, എനിക്ക് പ്രസംഗിക്കാൻ പോകണം. പ്രൈസ് ദി ലോർഡ്. അമ്മണിയെ ഞങ്ങൾ വിടുക പ്രസംഗിക്കാൻ. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. അടുത്ത വാക്യം, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. അടുത്തത്, രക്തവും തീയും പുകയാവിയും തന്നെ. അടുത്തത്, കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ. എല്ലാരും ഒന്ന് കേട്ടോണം. സൂര്യൻ ഇരുളായും. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ. ഏതായി കർത്താവിന്റെ നാൾ? സ്തോത്രം. ആത്മീയ ഭാഷയിൽ ഇത് പറയുന്നത് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാളിന് ഏതാ വരാനുള്ളത്? ഒന്ന് വന്നു യാഗമായി. ഇനി വരാനുള്ളത് ഏതാ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതായിരുന്നു എന്ന് പറഞ്ഞേ. ഏത് കൂരാപാത്രത്തേക്ക് കിടന്നുറങ്ങി എഴുന്നേറ്റാലും വിളിച്ചേ നിന്റെ കല്യാണം എന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞമ്മോട് ചോദിക്കട്ടെ ആരെങ്കിലും പറയുമോ? കല്യാണത്തിന്റെ ഡേറ്റ് ആരെങ്കിലും മറക്കുമോ? ഇല്ല. എങ്കിൽ കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ കാര്യമാണ്. വായിച്ചേ. കുഞ്ഞാടിന്റെ കല്യാണത്തിന് മുമ്പേ അടുത്തത്, കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും. 2 സംഭവം. ചന്ദ്രൻ രക്തമായും മാറി. 2800 വർഷം മുമ്പ് പറഞ്ഞേ, കുഞ്ഞാടിന്റെ കല്യാണമാകുന്ന ദിവസം വരുന്നതിന് മുമ്പേ സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തമായും മാറും. പണ്ടൊക്കെ പറയാം. എന്തായി പറയുന്നത് കേട്ടുകൊള്ളുക. ഏറ്റവും പ്രധാനം ഈ വർഷം അടുത്ത ആഴ്ച ഏപ്രിലാ. അമേരിക്കയിലെ ഏറ്റവും വലിയ ശാസ്ത്ര ശൃംഖലയുടെ പേരാ നാസ. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ ആളെ വിടാനും പോകുന്ന പുള്ളികൾ നാസ, നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അവരാണ് ഈ അന്തരീക്ഷം മുഴുവൻ പഠിക്കുന്നത്. അവർ വെളിപ്പെടുത്തിയ നിങ്ങൾ കമ്പ്യൂട്ടറിലോട്ട് നോക്കിക്കേ. അമേരിക്കൻ സുവിശേഷ പ്രസംഗനായ ജോൺ ഹഗ്ഗി കരഞ്ഞ് വിളിച്ചു പറയുന്നു. അവർ വെളിപ്പെടുത്തിയത് 2014 അടുത്ത മാസം ഏപ്രിൽ 16-നും 2016 സെപ്റ്റംബർ 16-നും ഇടയ്ക്ക് ഈ ചന്ദ്രൻ രക്തചന്ദ്രനായി മാറും. അതിനവരിട്ട പേരാ ബ്ലഡ് മൂൺ. ഒരു ഹെഡിങ് തന്നെയുണ്ട്, ബ്ലഡ് മൂൺ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ചന്ദ്രൻ ഉണ്ടല്ലോ, ഈ പൂനിലാവ് തരുന്ന ചന്ദ്രൻ 2014 ഏപ്രിൽ 16-നും സെപ്റ്റംബർ 16-നും ഇടയ്ക്ക് രക്തചന്ദ്രനായി മാറുമെന്ന് പറയുമ്പോൾ യഹോവയുടെ ദിവസം വരുന്നതിന് മുൻപേ ചന്ദ്രൻ രക്തമാകുമെങ്കിൽ യഹോവയുടെ ദിവസം വരും. അടുത്തത് സൂര്യൻ ഇരുണ്ടു പോകും. ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സോളാർ ശാസ്ത്രജ്ഞന്റെ പേരാണ് മിസ്റ്റർ ഫ്രാങ്ക് ഹിൽ. ഇന്ന് ജീവിച്ചിരിക്കുന്നു. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബെർക്ക്ലി ക്യാമ്പസിലാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാനം. അദ്ദേഹം പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞത് മലയാളം പത്രത്തിൽ പോലും വന്നു. ഈ ചൂടിങ്ങനെ തുടർന്നാൽ, ഈ ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെ തുടർന്നാൽ, ഇത് 2014 10 വർഷം കഴിയുമ്പോൾ 2024 ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷ പറയാം, ഈ സൂര്യൻ
ഒരു ദീർഘനിദ്രയ്ക്ക് പോകും. ഈ സൂര്യൻ ഉദിക്കത്തില്ല. ഈ സൂര്യൻ ഒരു ദീർഘനിദ്രയ്ക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2024 അദ്ദേഹത്തിന്റെ 2024 ശാസ്ത്രമാ. മുന്നോട്ടോ പുറകോട്ടോ വന്നേക്കാം. മുന്നോട്ടോ പുറകോട്ടോ വരാത്തൊരു കണക്ക് തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം പഠിക്കുമ്പോൾ കാണാം, നിങ്ങളും ഞാനും രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന് ശേഷം കൃത്യം 3.5 വർഷം കഴിയുമ്പോൾ കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിക്കും. വായിക്കാം, വെളിപ്പാട് 6:12 വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. മനസ്സിലിരുന്നോണം, ആ ഭൂകമ്പം, ഒരു വലിയ ഭൂകമ്പം വരും. എന്നാ സംഭവിക്കുന്നത് പിന്നെ പറയാം. ആ ഒരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. നോക്കിക്കെ, ചേർത്ത് പഠിച്ച 2 വേർഷൻ, 2 ഭാഷ. ശാസ്ത്രജ്ഞൻ പറയുന്നു സൂര്യൻ മരിച്ചു പോകുമെന്നല്ല, സൂര്യൻ ഉദിക്കത്തില്ല, ഉറങ്ങാൻ പോകും. തിരുവചനം പറയുന്നു സൂര്യൻ കരിമ്പടം പോലെ കറക്കുവതിന്റെ പ്രകാശം അടിക്കത്തില്ല. അതിന് 3.5 വർഷങ്ങൾക്ക് മുൻപേ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. എവിടെ നിൽക്കുന്ന ലോകം? ഇനി നമ്മുടെ കർത്താവിന്റെ തിരുവായ് വഴി നോക്കാം. ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 11-ാം വാക്യം ശ്രദ്ധിച്ച് വായിക്കണേ ബൈജു. പോരാട്ടമുള്ള വാക്യം, എന്നോടും പോരാട്ട, വചനത്തോടും പോരാട്ട. ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചോണം, തെറ്റിക്കരുതേ. കാരണം എനിക്ക് പേടിയാ വായിപ്പിക്കാൻ. ഒരച്ചായം വായിച്ചത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. വായിച്ചേ. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. അടുത്തത് ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ബൈജു എന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഒരു അച്ചായം വായിച്ചറിയോ, ആമാശയത്തിൽ അത്ഭുതം ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ പോരാട്ടം. അന്ന് വായിച്ചു, ഒന്നാണ് വായിച്ച 21:11. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. 5 കാര്യം പറയുമ്പോൾ എന്റെ സമയം തരും. പിന്നെ മറ്റേ പുള്ളി വേദന പറയാനുണ്ട്. സമയം കിട്ടിയില്ലെങ്കിലും ഞാൻ ഒരു കാര്യം നേരത്തെ പറയാം. നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ വർഷം ഒരു മണം വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ TV കാണുന്നവർക്കും പത്രം വായിക്കുന്നവർക്കും. അപ്പുറത്തെ വീട്ടിലെ അമ്മാമ്മയെ കുക്കറിനകത്ത് എന്നതാ വെക്കുന്നത് പോയി നോക്കണ്ട. ബുദ്ധിയുള്ള അമ്മാമ്മ ഇപ്പുറത്തിരുന്ന 2ാമത്തെ സ്റ്റീമിന് മണം കിട്ടും. സാമ്പാറാണോ ചിക്കനാണോ എന്നല്ലേ. ഇതുപോലെ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു മണം വന്നു. എന്താണെന്നറിയാമോ? ഒരു ലോകമഹാ ആറ്റം യുദ്ധത്തിൻ്റെ 2013 ഒക്ടോബറിൽ അമേരിക്കയുടെ ആളില്ലാത്ത മിസൈൽ പച്ച ലൈറ്റ് തെളിഞ്ഞ് അടിച്ചോളാൻ സോവിയറ്റ് റഷ്യയുടെ ആറ്റം ആയുധം കുത്തി നിറച്ച കപ്പല് അന്റാർട്ടിക്കയുടെ സൈഡിൽ കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങി. തമ്പുരാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് ഒരൊറ്റ പ്രസ്താവന, 2 പേരും ഒതുങ്ങി. ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം നിങ്ങളും ഞാനും ഈ ലോകത്തിലുള്ള ദൈവമക്കൾ. കാരണം അവർ 2 കൂട്ടരും അനങ്ങിയിരുന്നെങ്കിൽ ഈ യോഗം ഇന്നിവിടെ ഇല്ല. ഇതൊരു അണുയുദ്ധമായി മാറി. ഇവിടെ റേഡിയേഷനേറ്റ് ലക്ഷക്കണക്കിന് ശവം കിടന്നേനെ. ഈ ഇരിക്കുന്ന നിങ്ങളും നിൽക്കുന്ന എന്നെയും റേഡിയേഷൻ ഏൽപ്പിക്കാനല്ല തമ്പുരാൻ പ്ലാനിട്ടിരിക്കുന്നത്, രൂപാന്തരപ്പെടുത്താനാണ്. ദൈവത്തെ സ്തുതിക്കേ. അതുകൊണ്ടാ സംഭവം എന്നാ നിങ്ങൾ കേട്ടോണം. തിരുവചനത്തിൽ വ്യക്തമായി അറിയിപ്പുണ്ട് എതിർ ക്രിസ്തു എവിടെ നിന്നും വരും. ആദ്യമേ ഉൽപ്പത്തിയിൽ തന്നെ മുന്നറിയിപ്പ് തന്നു. യാക്കോബ് എന്ന് പറയുന്ന ഗോത്ര പിതാവ് പ്രവചിച്ചു. മക്കളുടെ ഭാവി പറഞ്ഞപ്പം 49-ന്റെ 10-ാം വാക്യത്തിൽ മൂത്ത മകനായ യഹൂദിയോട് പറഞ്ഞു ഭാവി. ഒന്ന് വായിച്ചേ, 49-ന്റെ 10-ാം വാക്യം വേഗം വായിക്കാം. അവകാശമുള്ളവൻ വരുവോളം, യഹൂദേ മോനെ, അവരല്ലേ ആട്ടടയന്മാരാ, അവരോട് പറയുക അവകാശമുള്ളവൻ വരുവോളും ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. കേട്ടോണം, അതാണ് യഹൂദാ ഗോത്രത്തിലെ സിംഹമായ നമ്മുടെ കർത്താവ് ആ ഗോത്രത്തിൽ ജനിച്ചു എങ്കിൽ അതേ പ്രവചനാത്മാവ് 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് വേറൊരു മകനോട് പറയുക. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു. സകല ക്രൈസ്തവർക്കും അല്ലാത്തവർക്കും അറിയാം സാത്താന്റെ പ്രതീകമാണ് സർപ്പം, പാമ്പ്. ദാൻ ഗോത്രമേ നിന്നിൽ നിന്നും വരും. തെളിഞ്ഞോ? അതാ വെളിപ്പാട് 7-ൽ കാണാം. 12 ഗോത്രത്തെ മുദ്രയുടെയും ഇവനില്ല. അനേകം മിഥ്യകൾ, അനേകം വ്യാജ പ്രചരണങ്ങളുടെ എതിർ ക്രിസ്തു ആരാ? മതനേതാവാ, രാഷ്ട്രീയ നേതാവാ? നോനോ, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. കയറിയാൽ ഒരു രാത്രി മുഴുവൻ വേണം. ഇതൊന്നുമല്ല. എങ്കിലും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്പർ 1 ഇവൻ ഒരു ദാൻ ഗോത്രക്കാരനായി ഒരു യഹൂദനായിരിക്കണം. അല്പം കിടത്താത്ത പറയും യഹൂദനല്ല, യഹൂദന്റെ ജീൻ. 2 എതിർ ക്രിസ്തു എവിടെ നിന്ന് വരുമെന്ന് വെളിപ്പെടുത്തിയത് ദാനിയേൽ പ്രവാചകനാണ്.
7-ാം അധ്യായത്തിൽ പറഞ്ഞു, റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ എപ്പോൾ 10 രാജ്യങ്ങൾ ഉണ്ടാകുമോ അതിനിടയിൽ വരും. നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനകത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്ത് ഇപ്പുറത്തിരിക്കുന്ന ബട്ടനെ 2 ഞെക്കിയാൽ ഈ ഫോട്ടോ അടുത്ത് കാണാം. ഇതുപോലെ ദാനിയേൽ 7-ൽ പറഞ്ഞു, റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ് മുളച്ചാൽ അതിനിടയിൽ എതിർ ക്രിസ്തു വരും. ആ കൊമ്പ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഹല്ലേലൂയ 10 കൊമ്പ ഇന്നത്തെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ തുടർച്ചയായി ആദ്യമേ രൂപമെടുത്ത 10 രാജ്യം 12 തത്വത്തിൽ 10: ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ഇവർ 12 കൂടെ ചേർന്ന EC. അത് കഴിഞ്ഞ് ഈ ഫോട്ടോ അടുത്ത് കാണാൻ ഞെക്കുന്നത് പോലെ 8-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ അടുപ്പിച്ച് പറഞ്ഞു എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും. അതിനകത്ത് പറഞ്ഞു ഈ 10 രാജാക്കന്മാരുടെ തന്നെ 8-ാം അധ്യായം 20 മുതൽ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അല്ലെ ഒന്ന് വേഗം വായിച്ച് 8-21 മുതൽ ഒന്ന് വേഗം വായിച്ച്. ഗ്രീക്ക് സാമ്രാജ്യത്തിൽ നിന്നും വരും. ഒന്ന് വായിച്ച് 8-21. പരുപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും, അത് ഗ്രീക്ക്. അടുത്തത് കേട്ടോണം. അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവും ആകുന്നു. അടുത്തത്, അത് തകർന്ന ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ. അതോ 4 കൊമ്പ്. അതായത് ഗ്രീക്ക് സാമ്രാജ്യം തകർന്നപ്പോൾ 4 പിരിഞ്ഞു രാജ്യം. ശ്രദ്ധിച്ചോണേ, 4 രാജ്യം ഉണ്ടാകും. അതാണ് മാസിഡോണിയ, ലിബിയ, സിറിയ, ഈജിപ്റ്റ്. ഇതിനിടയിൽ നിന്നും എതിർ ക്രിസ്തു വരും. വായിച്ച അടുത്ത വാക്യത്തിലുണ്ടത്. 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും, അതിന്റെ ശക്തിയോടെ അല്ലാതെ. മാസിഡോണിയ, ലിബിയ, സിറിയ, ഈജിപ്റ്റ്. അടുത്ത വാക്യം നോക്കിക്കേ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇതിന്റെ 4ന്റെ അന്ത്യകാലത്തെ അതിക്രമക്കാരുടെ അതിക്രമ തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അതാണ് എതിർ ക്രിസ്തു. നോക്കിക്കേ, ഹല്ലേലൂയ. ആദ്യം പറഞ്ഞു യാക്കോബ് പറഞ്ഞു ദാൻ ഗോത്രക്കാരൻ. ദാനിയേൽ പറഞ്ഞു യൂറോപ്യൻ യൂണിയന്റെ ഇടയിൽ വരും. യൂറോപ്യൻ യൂണിയൻ നിലവിൽ. കുറച്ചുകൂടെ അടുപ്പിച്ചു പറഞ്ഞു 8-ാം അധ്യായത്തിൽ അസ്തമിച്ച യമന രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ 4 രാജ്യം, മാസിഡോണിയ, ലിബിയ, സിറിയ, ഈജിപ്റ്റ്. ഇത്രയും മതി കേട്ടോണം. 11-ാം അധ്യായത്തിൽ മാസിഡോണിയയെയും ലിബിയയെയും തള്ളിയച്ച് തെക്കേ രാജ്യം, വടക്കേ രാജ്യം, തെക്കേ രാജ്യം, വടക്കേ രാജ്യം. പലസ്തീന് തെക്കുള്ള രാജ്യത്തിന്റെ പേരാണ് ഈജിപ്റ്റ്. പലസ്തീന്റെ വടക്കുള്ള രാജ്യത്തിന്റെ പേരാണ് സിറിയ. ഈ രാജ്യങ്ങളുടെ പേരെല്ലാം പറഞ്ഞിട്ട് സിറിയ, ഈജിപ്റ്റ്, സിറിയ, ഈജിപ്റ്റ്. അവിടെ നടന്ന യുദ്ധം മുഴുവൻ ചരിത്രമാണ്. 11-ാം അധ്യായം മുഴുവനുണ്ട്. സമയമില്ല, ഞാൻ പറയാമായിരുന്നില്ലെങ്കിൽ. അവിടെ 2 കല്യാണം നടന്നതല്ലേ അതിനകത്തുണ്ട്. 6-ാം വാക്യത്തിലുണ്ട്. ഈജിപ്തിലെ രാജാവായ ട്രോളമി ഫിലദെൽഫസ് തന്റെ മകൾ സുന്ദരിയായ ബേനസീറിനെ സിറിയൻ അന്ത്യോക്യോസിനെ കല്യാണം കഴിച്ചു കൊടുത്തതും അവളെ കിട്ടിയപ്പോൾ ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ചൊക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ മഹാനായ അന്ത്യോക്യോസ്, ചരിത്രം കറക്റ്റാന്ന് തെളിയിക്കാൻ ഞാൻ പറയുക പ്രവചനം, ഈജിപ്തിലെ രാജ്യം പിടിക്കാൻ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ട് ഒരു കുറുക്കു വഴി സിറിയൻ രാജാവായ അന്ത്യോക്യോസ്, മഹാനായ അന്ത്യോക്യോസ് തൻ്റെ സുന്ദരിയായ മകൾ ക്ലിയോപാട്രയെ, അവളെക്കാൾ 5 വയസ്സ് കുറവുള്ള ഈജിപ്തിലെ രാജാവിന് ഭാര്യയായി കൊടുത്തു. 17-ാം വാക്യത്തിലുണ്ട് അവന് നാശത്തിനായി തൻ്റെ ഭാര്യയെ കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് കേട്ടോണം. വീണ്ടും 31-ാമത്തെ വാക്യത്തിൽ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ തെക്കോട്ട് വരും. അപ്പോൾ വടക്കെന്ന് പറയുന്ന സിറിയയിൽ നിന്നും അവൻ തെക്കോട്ട് വരും. BC 175 ഒരു സംഭവം നടന്നു. സിറിയൻ രാജാവ് ഈജിപ്തിനെ ആക്രമിച്ചപ്പോൾ റോമാക്കാർ ഓടിച്ചു വിട്ടപ്പം യഹൂദന്മാർ സഹായിച്ചില്ലെന്നുള്ള വൈരാഗ്യത്തിൽ BC 175 യഹൂദന്റെ വിശുദ്ധ മന്ദിരമായി യെരുശലേം കയറി ആക്രമിച്ചു. അവിടെ പന്നികളെ യാഗം കഴിച്ചു, ദേവാലയം അശുദ്ധമാക്കി, അവിടെ വേശ്യമാരെ താമസിപ്പിച്ചു, അന്യദേവന്റെ പ്രതിഷ്ഠ അവിടെ ഇട്ടു. അതാണ് 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ആ സംഭവം BC 175 നടന്നു. വായിച്ചേ 31-ാമത്തെ വാക്യം. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരുന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്തു, ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. ദൈവമക്കളെ, 175 BC നടന്ന ചരിത്ര സംഭവം നമ്മുടെ വിഷയം. ഈ സംഭവം കഴിഞ്ഞിട്ട് 205 വർഷം കഴിഞ്ഞ് AD 30 നമ്മുടെ കർത്താവ് പറഞ്ഞു അത് ഒരിക്കൽ കൂടി ആവർത്തിക്കും. മത്തായി 24:15 കാണാം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന
മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കണമെന്നില്ല, അതൊരിക്കൽ കൂടി ആവർത്തിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മുടെ വിഷയം അതാണ്. എതിർ ക്രിസ്തു സിറിയയിൽ നിന്നും വരണം. എന്താണെന്ന് ലോകത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ സംഭവിച്ചത് വഴിമരുന്നിട്ടെന്ന് നിങ്ങൾ കേട്ടോണം. സിറിയയിൽ ശക്തമായ 2 ഗ്രൂപ്പ്. ഇപ്പോൾ പാത്രിക്കിസ് ബാവയുടെ കബറടക്കം നടന്നു കഴിഞ്ഞു കാണും. വലിയ ടെൻഷനിലാ രാജ്യം. അതുകൊണ്ടാണ് ലെബനോനിൽ കൊണ്ടാണ് ബോഡി വെച്ച് സംസ്കാരത്തിന്റെ പ്രധാന കാര്യങ്ങൾ അവിടെ ചെയ്തത്. കാരണം സിറിയയിൽ ഭയങ്കര വിപ്ലവം നടക്കുകയാണ്. സിറിയ തത്തുല്യ ശക്തിയുള്ള 2 ശക്തികൾ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അൽ-അസാദ് എന്ന് പറയുന്ന ആൾ ഭരിക്കുന്ന ശക്തി ഒന്ന്, അദ്ദേഹത്തിന്റെ അത്രയും ശക്തിയുള്ള മറുശക്തി അപ്പുറത്ത്. രണ്ടും ഇങ്ങനെ നിൽക്കുക. കഴിഞ്ഞ സെപ്റ്റംബറിൽ അൽ-അസാദ് എന്ന് പറയുന്നു, തെളിവില്ല, അദ്ദേഹമാണെന്ന് ലോകം പറയുന്നു, ഒരു വിഷവാതകം 2ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി പ്രയോഗിച്ച സെയിം സാധനം ഈ മറ്റേ ഗ്രൂപ്പിനിട്ട് അടിച്ചു. സരിൻ അടിച്ചു, സരിതയല്ല, സരിൻ. ആ പേര് ഫെമിന, ഇതറിയാൻ ആർക്കും. അതാ സരിൻ അടിച്ചു. 1520 പേർ തത്സമയം മരിച്ചു. അതിന്റെ പേരിൽ രോഗം 2 ചേരി. വചനം അറിയാവുന്നവരായോണ്ടാണ് ഞാനിത് പറയുന്നത്. നോക്കിക്കേ എത്ര കൃത്യമാണെന്ന് നോക്കണം. വചനമൊന്നും മാറത്തില്ല. ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും മാറിക്കഴിഞ്ഞ് ഇസ്രായേലിനെ സോവിയറ്റ് റഷ്യ ആക്രമിക്കും. നമ്മൾ മാറിക്കഴിഞ്ഞേ ഉള്ളൂ. വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചോണം. യെഹെസ്കേൽ 38-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ 2 രാജ്യമുണ്ട്. പ്രവചന ഭാഷയിലെ പേര് ഞാൻ പൊരുൾ തിരിച്ചു പറയാം. സോവിയറ്റ് റഷ്യ, ചൈന, ഇറാൻ, ലിബിയ, ഈ രാജ്യങ്ങളാണ് അടിക്കാൻ പോകുന്നത്. ഇനി എന്നെ ശ്രദ്ധിക്കേ, ഈ സരിൻ അടിച്ചതിന്റെ പേരിൽ ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങൾ 2 ചേരിയിൽ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. ഇവർ കഷ്ടം സഹിച്ച് 1520 പേർ മരിച്ചവരുടെ കൂടെ നിന്നു. തത്സമയം സോവിയറ്റ് റഷ്യ, ചൈന, ഇറാൻ നേരെ മറുവശത്ത് നിന്നു. അടിച്ചവരുടെ നേരെ നിന്നു. അതാ ചലിക്കാൻ തുടങ്ങി. അടി നടക്കണം, അറ്റമടിക്കണം, പകരം വീട്ടാം. ഒരണയുദ്ധം കഴിഞ്ഞ് ഒക്ടോബറിൽ ലോകത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉണ്ടാകുമെന്ന് തീർത്തു പറഞ്ഞെങ്കിലും ഞങ്ങൾ പറഞ്ഞു നടക്കത്തില്ല. കാരണം ഈ ലോകത്തിൽ ചെതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരുടെ ശരീരം ആറ്റമടിച്ച് റേഡിയേഷൻ ഏൽക്കാനുള്ളതല്ല, രൂപാന്തരപ്പെടാനുള്ളതാ. ഇതിങ്ങനെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഉച്ചകോടി റഷ്യയിൽ അടിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ഉച്ചകോടിലെ മറ്റ് വിഷയങ്ങളെല്ലാം അങ്ങ് മാറ്റി. ഇതായി സംസാരം. ദൈവം നമ്പരാൻ ഉപയോഗിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, സരിനടിച്ചെങ്കിൽ തിരിച്ചടിക്കണം, ഒട്ടും കുറയ്ക്കണ്ട. പക്ഷെങ്കിൽ പരോക്ഷമായിട്ട് അമേരിക്കയെ നോക്കി പറഞ്ഞു, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കയ്യൂക്കൊന്നും കാണിക്കണ്ട, യുണൈറ്റഡ് നേഷൻസ് മുമ്പിൽ വരട്ടെ, നമുക്ക് പുറകിൽ നിൽക്കാം. യുണൈറ്റഡ് നേഷൻസ് സാങ്കേതികമായ കാരണത്താൽ പറഞ്ഞു ഞങ്ങൾ വരത്തില്ല, എന്നാൽ അടിക്കണ്ട. അത് മാറ്റിയെങ്കിൽ നോക്കിക്കാൻ 40-ാമത്തെ വാക്യമാണ് നമ്മുടെ വിഷയം. അവിടെ 2 ചേരിയായി. ദാനിയേൽ 11:40, 31 പറയുന്നു, അവൻ തെക്കോട്ട് വരും. 40-ാം വാക്യം വായിക്കാം. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ്, അതായത് ഈജിപ്തിലെ രാജാവേ, അവനോട് ഏറ്റുമുട്ടും. 31 പറയുന്ന അവന് സിറിയെന്ന് വരുമെന്നു. അടുത്തത് വടക്കേ ദേശത്തിലെ രാജാവ്, സിറിയയിലെ രാജാവും രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവനെന്ന് പറയുന്ന എതിർ ക്രിസ്തു. അവൻ സിറിയയിൽ നിന്ന് വരണം. ബൈബിൾ അനുസരിച്ച് സിറിയൻ ഭരണകൂടം അവനെതിരെ നിൽക്കണം, ചുഴലിക്കാറ്റ് പോലെ. അങ്ങനെ 2 ഗ്രൂപ്പായെങ്കിൽ ഈ തലമുറയോട് ഞാൻ പറയാം, അടുത്ത നടപടി യുദ്ധമല്ല. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും, നാം രൂപാന്തരപ്പെടും. നമ്മുടെ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളൂടെ ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21:11 വായിച്ചു. ഒന്നുകൂടെ വായിച്ചേ, ധൈര്യത്തോടെ വായിപ്പിക്കാം, ഇവൻ തെറ്റിക്കത്തില്ല. ഇനി വായിച്ചേ. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. അടുത്തത് ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. 5 കാര്യ സാവകാശത്തിൽ കേട്ടോണം. ക്ഷാമം അവിടെ ഉണ്ടാകും. കർത്താവ് പറഞ്ഞതാ, ഇത് നിവർത്തിച്ചു. ക്ഷാമം എന്ന് കർത്താവ് പറഞ്ഞത് പട്ടിണി എന്നല്ല. അങ്ങനൊരു സംഭവം ഇന്ന് ലോകത്തിലില്ല. പട്ടിണി കൊണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒന്നീ കള്ളമാണ്. ഒരു രാജ്യത്തും പട്ടിണിയില്ല. കാരണം എല്ലാം ജനാധിപത്യ രാജ്യങ്ങളാണ്. ഇന്ന് 1 രൂപയ്ക്ക് അരി കിട്ടും കേരളത്തിൽ. ആരാ പട്ടിണി കിടക്കുന്നത്? ഇന്ന് പട്ടിണിയല്ല. ഇന്നത്തെ പ്രശ്നം, ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞത് ദേഹനക്കേടാ.
അതെല്ലായിടത്തും ഉണ്ട് ഏതാണ്ട് ഇല്ലേ, ദഹനക്കേട്. എന്നാൽ എന്താ എൻ്റെ കർത്താവ് പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ ഞാൻ 2009 മുതൽ അനുഭവിക്കാൻ തുടങ്ങി അതിരൂക്ഷമായ വിലക്കയറ്റം. ഈ വില എല്ലാ സാധനങ്ങൾക്കും കൂടുമ്പോൾ ഏത് കടയിലും ചെന്ന് ഇല്ലെന്ന് കടക്കാരൻ പറയത്തില്ല. സംഗതി ഉണ്ട്, പക്ഷെങ്കിൽ പൊള്ളുന്ന വില. കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ഞാൻ അനുഭവിക്കുന്നത്. എന്തുകൊണ്ട്? പ്രൊഡക്ഷൻ ഇഷ്ടം പോലെ. ഒരു സാധനത്തിന് മാർക്കറ്റിൽ ഇല്ലെന്നൊരു വാക്കില്ല. ഇവിടെ സവാള കാലാവസ്ഥയ്ക്ക് പോയാലുണ്ടെങ്കിൽ തൈലൻഡിൽ നിന്ന് കപ്പലേ വന്ന് ചാടും. പക്ഷെ കോട്ടയത്ത് വിറ്റത് 1000 രൂപയ്ക്ക് 8 കിലോ ആണെന്നേ, 12 കിലോ ആണെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് വില കൂടുന്നു? വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളും ഞാനും രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുന്ന വീട്ടമ്മ ആരായാലും 100 ഗ്രാം കാപ്പിപ്പൊടി മേടിക്കണമെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ അനുവാദം വേണം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം അന്ന് നിറവേറും. അതിന്റെ ആദ്യത്തെ നടപടിയാണ് ഷൂട്ടിംഗ് ഓഫ് ദ പ്രൈസസ്, വിലക്കയറ്റം. വായിക്കാം, വെളിപ്പാട് 6:5. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്യം, അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. അടുത്തത്, ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. ലോകം മുഴുവൻ ഒരുവൻ ഒരു തുലാസ്, 1 weighman സ്കെയിൽ, ഒരുത്തന്റെ കയ്യിൽ ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. ലോകത്തിലുള്ള മുഴുവൻ ആളുകളെ നിയന്ത്രിക്കുന്ന സംവിധാനം വന്നു കഴിഞ്ഞു. സമയമുണ്ട്, ചിന്തിക്കാം. അതിന്റെ ആദ്യത്തെ നടപടിയാണ് വിലക്കയറ്റം. 2 കർത്താവ് പറഞ്ഞു ഭൂകമ്പം. ആ പ്രവചനം നിവർത്തിച്ചിട്ട് 10 വർഷം കഴിഞ്ഞാൽ ഈ പുക്കടലിൽ ഞാനിത് പ്രസംഗിക്കുന്നത്. 10 വർഷമല്ല, 9.5 വർഷം. എൻ്റെ കർത്താവ് പറഞ്ഞു ഭൂകമ്പം. 2004 ഡിസംബർ 26 ഇന്ത്യൻ സമയം വെളുപ്പിനെ 3:45 ഈ പ്രവചനം നിവർത്തിച്ചത് കേട്ടോണം. ബംഗാൾ ഉൾക്കടലിൽ 8.9 റിക്ടറിൽ ഒരു ഭൂകമ്പം. പിറ്റേ ദിവസത്തെ ടിവിയും പത്രവും കൊണ്ട് നമ്മൾ സങ്കടപ്പെട്ടു. 3 ലക്ഷം പേർ മരിച്ച സുനാമി. അന്നത്തെ ലോകം നമ്മൾ ആ വാർത്തയിൽ ദുഃഖിച്ചൊതുങ്ങി. ഇല്ല, തുടക്കമായിരുന്നു. മറ്റൊരു വലിയ സംഭവമുണ്ടായി. ഇന്നും ഈ ലോകം കിടന്ന് ഞെട്ടുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രലോകം പിന്നീട് കണ്ടുപിടിച്ചു. സുനാമി ഉണ്ടായി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുമ്പേ പറഞ്ഞ ഫ്രാങ്ക് എൻഗൽട്ടും പീറ്റർ എൻഗൽട്ടും മറ്റും കണ്ടുപിടിച്ച ദൈവഗണം എന്ന് പറയുന്നത് പോലൊരു സാധനം. അതിൻ്റെ പേര് സ്ട്രെയിഞ്ചിലെറ്റ്. പ്രപഞ്ചത്തിൽ ഓടി നടക്കുന്നത്, തൂക്കം 10 ടൺ, വലിപ്പം കടുകുമണിയുടെ വലിപ്പം, പായുന്ന സ്പീഡ് 12 ലക്ഷം കിലോമീറ്റർ. അത് സുനാമി ഉണ്ടായി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിൽ വന്നു പതിച്ചു. കടലിനടി ചെന്നു. 6-7 മിനിറ്റ് കൊണ്ട് കടലിനടി വഴി, മണ്ണിനടി വഴി പോയി, ഉത്തരധ്രുവം വഴി ഇറങ്ങിപ്പോയി. 2-3 സംഭവങ്ങൾ അതിനെ തുടർന്ന് നടന്നു. 1, സുപ്രധാനം, ഉത്തരധ്രുവൻ 2.5 ഇഞ്ച് മാറിപ്പോയി. 2600 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രവചനം നിവർത്തിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറയോടെ ഞാൻ പ്രസംഗിക്കുന്നത്. യെശയ്യാ പ്രവചനം 13-ാം അധ്യായം 13-ാം വാക്യം 2600 വർഷം മുമ്പ് പ്രവചിച്ചെങ്കിൽ 2.5 ഡിഗ്രി ഉത്തരധ്രുവം മാറിപ്പോയി. ശാസ്ത്രം കണ്ടുപിടിച്ചു. ഉത്തരധ്രുവൻ 2.5 ഡിഗ്രി മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. 2.5 ഇഞ്ച് മാറിയാൽ. യെശയ്യാ പ്രവചനം 13:13 വായിച്ചേ. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും. അടുത്ത വാക്യം, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. തെളിവിന്യം വേണോ? ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്നും ഇളകിപ്പോകും. അന്ത്യകാലത്ത് ഭൂകമ്പം ഉണ്ടാകുമെന്ന് രക്ഷകൻ പറഞ്ഞത് 2004 നിവർത്തിച്ചപ്പോൾ 2.5 ഡിഗ്രി അഥവാ 2.5 ഇഞ്ച് മാറിയത് കൊണ്ട് എന്ത് സംഭവിച്ച? എന്തുകൊണ്ട് ഈ കാലാവസ്ഥ ഇത്ര വേഗം മാറി? ഇന്നത്തെ ചൂടിന്റെ കാഠിന്യം നിങ്ങൾക്കറിയാമല്ലോ. തണുപ്പ് രാജ്യങ്ങളിൽ ശക്തമായ തണുപ്പ്.
കഴിഞ്ഞ നവംബറിൽ അമേരിക്കയിൽ ചൊവ്വയേക്കാൾ 1 ഡിഗ്രി തണുപ്പ് കൂടുതലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച ദുബൈയിൽ പലർക്കും ആരാധനയ്ക്ക് പോകാൻ സാധിച്ചില്ല, കൽമഴ. എന്റെ മകളും മറ്റു പാലത്തിനടി കാർ ഒതുക്കിയെന്ന് വിളിച്ചു പറഞ്ഞു. പാലത്തിനടി കൊണ്ട് വണ്ടി ഒതുക്കിയിട്ടു. ആ മണൽക്കാട്ടിൽ കൽമഴ. കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ചൂടാണ് 38-40 ഡിഗ്രി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഓസ്ട്രേലിയക്കാരോട് പറയുന്നു, ചുട്ടുപൊള്ളുന്ന ലോകത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് പത്രോസ് പൗലോസ് പറഞ്ഞെങ്കിൽ എന്റെ കർത്താവ് പറഞ്ഞു ഭൂകമ്പം. അതിന്റെ ബാക്കി പത്രം ആ കാലാവസ്ഥയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. മലയാളിയുടെ കണക്കിന് 6 ഋതുക്കളാ. 2 മാസം കൂടുമ്പോൾ ഋതുക്കൾ മാറണം. 6 ഋതുക്കളാ നമുക്ക്, അല്ലാത്തവർക്ക് 4. ഇത് 4 മാറി 6 മാറി ആർക്കും പ്രവചിക്കാൻ മേലാത്ത സ്ഥിതിയിൽ ഈ ഭൂമിയുടെ കാലാവസ്ഥ മാറിയതിന്റെ അർത്ഥം 98.5 ഡിഗ്രി നോർമൽ ടെമ്പറേച്ചറിൽ ഈ ലോകത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ഈ ലോകം ഒരു ചൂടിന്റെ ലോകവും തണുപ്പിന്റെ കൂടാരവുമായിട്ട് മാറാൻ പോകുന്നു. അതല്ലേ ശാസ്ത്രം പറയുന്നത്, ഹിമയുഗം വരുമെന്ന്. എന്നാൽ ആ യുഗമൊന്നുമല്ല വരാൻ പോകുന്നത്. ദൈവമക്കൾക്കൊരു സുവർണയുഗം വരും. തീർന്നില്ലെന്ന് നടന്ന സംഭവം. ഇത് പോയ വഴി. ഏറ്റവും വലിയ പ്ലേറ്റിന്റെ പേരാ ഏഷ്യ പ്ലേറ്റ്. 15,000 കിലോമീറ്റർ ഭൂമിയുടെ അടിയിൽ. അതിന്റെ മേളിലാണ് ഇന്ത്യ, ഏഷ്യ. അത് വന്ന് വീടിന്റെ മൊന്തായം പോലെ പൊട്ടി നിൽക്കുന്നതാണ് ടിബറ്റൻ പ്ലേറ്റ്. ഭൗമപാളി 7 ഭൂഖണ്ഡം. സങ്കീർത്തനത്തിൽ പറയുന്നത് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിൽ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. ഏഷ്യ പ്ലേറ്റ് ടിബറ്റൻ പ്ലേറ്റും അതോടെ വിട്ടുപോയി. അടിസ്ഥാനം തകർന്ന ഒരു ഭൂമിയാണ് ഏഷ്യ, ഇന്ത്യ. എന്താണ് സയൻസ് കണ്ടുപിടിച്ചത്? 8 കിലോമീറ്റർ പൊക്കമുള്ള ഇന്ത്യയുടെ വടക്ക് വശത്ത് തല ഉയർത്തി നിൽക്കുന്ന സുന്ദരൻ ഹിമാലയം ഉടഞ്ഞ് താഴെ വീഴും. ശാസ്ത്രം കണ്ടുപിടിച്ചത് നിങ്ങളിൽ ചെറുക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില TV-ക്കാരത് കാണിച്ചു. നമ്മുടെ ഹിമാലയം ഉടഞ്ഞ് താഴെ വീഴുമെന്ന്. എപ്പം വീഴും? 2004 ഡിസംബർ 24 ഭൂകമ്പം ഉണ്ടായപ്പോൾ 3 ലക്ഷം പേർ മരിച്ചപ്പോൾ വേറൊരു ദുഃഖ സംഭവം ഉണ്ടായി. ഇന്ത്യയുടെ സുന്ദരി കടലിനടി 4 അടി ഇരുന്നു പോയി. അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇന്ത്യയുടെ സുന്ദരി കടലിനടിയിൽ 4 അടി പോയി. ഇന്ത്യയുടെ സുന്ദരി ആരാന്നറിയാവോ? കുഞ്ഞമ്മയല്ല, ആൻഡമാൻസ്. ഇന്നൊന്ന് എന്നാൽ ഒരു ദുഃഖ സംഭവം കാണാം. കടൽ തീരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളുടെയും 1 നില കടലിൻ്റെ അടിയിൽ, 1 നില കടലിനടിയിൽ. അത് വിളിച്ചു പറയുന്ന മറ്റൊരു മർമ്മമാ. ഞാൻ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് അത് പറഞ്ഞു. കൊച്ചി നഗരവും ലോകത്തിലെ സകല ദ്വീപും താഴെ പോകും. എപ്പോൾ? എൻ്റെ പ്രിയൻ വന്ന് 3.5 വർഷം കഴിയുമ്പോൾ കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിക്കും. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ട്. വായിച്ചേ വെളിപ്പാട് 6:12. വെളിപ്പാട് 6:12 ഒന്ന് വേഗം വായിച്ചേ. വെളിപ്പാട് 6:12. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പിടം പോലെ കറുത്തു. അടുത്ത വാക്യം. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി നിവർത്തിക്കുന്നത് ആദ്യം പറഞ്ഞു. അടുത്ത വാക്യം കേട്ടു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അത് നമ്മൾ പഠിക്കാൻ പോവുക. അടുത്ത വാക്യം കേട്ടു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അടുത്ത വാക്യം. എല്ലാ മലയും എല്ലാ ദ്വീപും സ്വസ്ഥാനത്ത് ഇളകിപ്പോയി. കാണുന്ന മലകൾ മുഴുവൻ ഇളകി താഴെ വരും. ഹിമാലയം ഉടഞ്ഞ് താഴെ വീഴും. ഹല്ലേലൂയ. ദ്വീപുകൾ മുഴുവൻ വെള്ളത്തിനടിയിൽ പോകും. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, അതിനു മുമ്പ് ഒഴിച്ചു മാറ്റേണ്ടത് സ്വർഗത്തിന്റെ ആവശ്യമാ. മതമല്ല, സഭയല്ല. ജീവിതത്തിന്റെ പാപങ്ങളും പങ്കപ്പാടുകളും യേശുവിന്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള മുഴുവൻ ആളുകളെയും ഈ തലമുറയിൽ ഒഴിച്ചു മാറ്റും. എനിക്ക് ഒരു രാത്രിയുടെ ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞേനെ ബാക്കിയുടെ. അടുത്തത് കർത്താവ് പറഞ്ഞു ആകാശത്തിൽ ഭയങ്കര കാഴ്ച. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഇതിപ്പരം തെളിവ് നിങ്ങൾക്ക് വേണമോ? ഈ കൺവെൻഷൻ ഇന്നലെ ഇവിടെ ആരംഭിച്ചു. ജോസ് പാസ്റ്റർ പറഞ്ഞു. ഇതിനായി സ്ഥലം കൊടുത്ത ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് ധാരാളം ആത്മീയ ഭൗതിക പ്രതിഫലം കിട്ടും. ഇത് ജീവന്റെ വചനമായി വിളിച്ചു പറയുന്നത്. കൺവെൻഷന്റെ ക്രമീകരണങ്ങളൊക്കെ നേരത്തെ ചെയ്തു, നോട്ടീസ് അടിച്ചു. ഈ കസേറ ഇന്നലെയാ കൊണ്ടിട്ടത് അല്ലേ? അത് പിന്നെ ഞാൻ ഇന്നലെയാ യോഗം, ഇന്നലെ കൊണ്ടിട്ടു. 2010
ഡിസംബർ 7 തമ്പുരാനും കൊണ്ട് 110 കസേര വെച്ചു മേളിൽ. പക്ഷെ ആരെ ഇരുത്താനല്ല, വേറൊരു പരിപാടിക്ക്. 2010 ഡിസംബർ 7 ന്യൂഡൽഹി മുതൽ ന്യൂയോർക്ക് വരെ ലോകത്തിലെ 90 രാജ്യങ്ങളിലെ വാനശാസ്ത്രജ്ഞന്മാർ ഇന്ത്യൻ സമയം വൈകിട്ട് 8:15 മുതൽ രാവിലെ 8:15 വരെ ഒരു കാഴ്ച കണ്ടു. മലയാളം പത്രത്തിൽ വരെ അത് വന്നു, ചില പ്രധാന പത്രങ്ങളിൽ. ഇന്നേക്ക് 4 വർഷം തികച്ചില്ല. അതിന് മുമ്പ് ഡിസംബർ 7 ഡേറ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. 110 ആസ്ട്രോയിഡ് ആകാശപ്പാറ നമ്മുടെ ആകാശത്തിൽ തെളിഞ്ഞു. ആകാശപ്പാറ എന്ന് പറഞ്ഞാൽ ഇതിൽ ട്രിപ്പറിൽ കൊണ്ടുപോകുന്ന പാറയല്ല, ഒരെണ്ണത്തിന് ഈ ഭൂമിയുടെ 3 ഇരട്ടി വലിപ്പമാണ്. അത്രയും 110 എണ്ണ ഒറ്റ ലൈൻ. ശാസ്ത്രജ്ഞന്മാർക്ക് ആദ്യം വലിയ സന്തോഷം, ഇത് കാണാൻ നല്ല രസം. പക്ഷെ പാതിരാത്രി ആക്കിയപ്പോൾ ഇവരെൻ്റെ വലിപ്പമൊക്കെ ഒന്ന് അളന്നത്. അപ്പം ചെറിയ വെപ്രാളം, ഇതിലൊരെണ്ണം എങ്ങനെ ഇങ്ങോട്ട് വീണാലോ. നേരം വെളുത്ത് 8:15 ഒരു വലിയ മഞ്ഞ് വന്നങ്ങ് മാറിപ്പോയി. പിന്നെ കാണാൻ മേല, സംഗതി അവിടെ ഉണ്ട്. എന്തിനു കൊണ്ടുവച്ച് അത് പറയാൻ പോവാ ഞാൻ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് കിട്ടിയ വെളിപ്പാടിനകത്ത് ദൈവമക്കൾക്കറിയാം, സഭയാകുന്ന കാന്ത മാറിക്കഴിഞ്ഞാൽ കോപത്തിന്റെ 21 ആക്ഷൻ ഉണ്ട് ഭൂമിയിലേക്ക്. അത് 7 മുദ്ര കുഞ്ഞാട് പൊട്ടിക്കും, 7 കാഹളം ദൂതന്മാർ ഊതും, 7 ക്രോധകലശം. അതിലൊടുവിലത്തെ ആക്ഷനാണ് വെളിപ്പാട് 18 കാണുന്നത്. അതോടെ യെരുശലേം പട്ടണം 3 കഷണവുമാവും. ഈ 21 ആക്ഷനിൽ 8ാമത്തെ ആക്ഷൻ നടക്കുന്നത് ഞാനും നിങ്ങളും രൂപാന്തരപ്പെട്ട് 4 വർഷം കഴിയുമ്പോൾ. കർത്താവിൻ്റെ സഭയാകുന്ന ഒരു പ്രത്യേക സഭയിലെ രക്ഷയുടെ അനുഭവമുള്ള, ആത്മാവിൻ്റെ അഭിഷേകമുള്ള, ആരാധിക്കുന്ന, പാപം യേശുവിൻ്റെ രക്തം കൊണ്ട് മാറിക്കിട്ടിയ പാരമ്പര്യമല്ല, സ്വന്തമായി വീണ്ടും ജനിച്ചവർ മാറി 4 വർഷം കഴിയുമ്പോൾ 8ാമത്തെ ആക്ഷൻ. ആ ആക്ഷൻ നടത്താനുള്ള കസേറയാ കൊണ്ടുവച്ചത് 2010 ഡിസംബർ 7. ഒന്ന് വായിച്ചേ, വെളിപ്പാട് 8:8. വെളിപ്പാട് 8:8. രണ്ടാമത്തെ ദൂതൻ ഊതി അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട്, വരുന്ന മേളീന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. കടലിൽ 1/3 രക്തമായി. അടുത്ത വാക്യം, സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. അടുത്ത വാക്യം, കപ്പലുകളിലും 1/3 നശിച്ചു പോയി. അടുത്ത വാക്യം, മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. ശ്രദ്ധിച്ചോ, അദ്ദേഹം വായിക്കട്ടെ, നിങ്ങൾ എന്നെ നോക്കേ. ഈ 2 ആക്ഷനും മേളിയുന്ന വീണു. അടുത്ത വാക്യം, നദികളിൽ 1/3 മേലും നീരുറവുകളിൽ മേലും ആയിരുന്നു അത് വീണത്. അടുത്ത വാക്യം, ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ കയ്പായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. 1/3 വെള്ളം രക്തം, 1/3 വെള്ളം കയ്പേ. 36 കോടി ചതുരശ്ര കിലോമീറ്റർ കടലുണ്ട് ഭൂമിയിൽ. അതിൽ 1/3 രക്തം എന്ന് പറഞ്ഞാൽ 12 കോടി ചതുരശ്ര കിലോമീറ്റർ കടൽ രക്തമാകും. കടൽ രക്തമായാൽ വേലിയേറ്റ സമയത്തെ ആ കടൽ രക്തമാകുന്ന കടൽ കായലിലേക്കും നദിയിലേക്കും കയറി വരും. അത് ശാസ്ത്രം. അങ്ങനെ കയറി വന്നാൽ അത് മണ്ണിനിട വഴി പെനട്രേറ്റ് ചെയ്ത് കിണറുകളിലും കുളങ്ങളിലും വരും. അന്ന്, ഇന്നത്തെ നിങ്ങളാരുമല്ല, അന്ന് ജീവിക്കുന്ന ഒരു അമ്മാമ്മ ചായ ഇടുന്നത് രക്തത്തിൽ. അന്ന് ജീവിക്കുന്ന സഹോദരി ചിക്കൻ കറി വെക്കുന്നത് ചോരയ്ക്കകത്ത്. രാവിലെ എഴുന്നേറ്റ് അന്ന് ജീവിക്കുന്നവർ പല്ല് തേച്ച്, ബ്രഷ് എടുത്ത് പല്ല് തേച്ചിട്ട് മുഖവും വായും കഴുകാൻ പൈപ്പ് തുറക്കുന്ന വരുന്നത് രക്തം. കുളിക്കാൻ അങ്ങോട്ട് കയറി നിന്ന് ഷവർ തുറക്ക് ചാമ്പി വരുന്നത് ചോര. 7000 രൂപയുടെ സാരി ഒന്നേ കൊടുത്തുള്ളൂ, വേർപ്പാന്ന് പറഞ്ഞ് കൊണ്ട് മുക്കുന്ന എവിടെ കഴുകാൻ? രക്തത്തിൽ. നടക്കുമോ? അല്ലെങ്കിൽ കൈപ്പാളിച്ചാകും. 2011 എന്താ സംഭവിച്ചത്? കൊല്ലം ജില്ലയിൽ നടന്നു. നിങ്ങളിൽ പലരുടെയും വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല. 2 സംഭവം കേരളം ഉൾപ്പെടെ 10-80 രാജ്യങ്ങളിലുണ്ടായി.
കേരളം ഉൾപ്പെടെ, കേരളത്തിൽ പ്രധാനമായിട്ട് കോട്ടയം ജില്ലയിലാണ്, പിന്നെ എറണാകുളം ഭാഗത്തെ, പിന്നെ മലബാർ ഭാഗത്തെ 2 ദിവസം രക്തമഴ പെയ്തു. തലേ ദിവസവും പിറ്റേ ദിവസവും മഴ പെയ്തത് രക്തം. ഞാൻ കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കണ്ണൂർ പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വീട്ടുകാരും പെയ്ത്തോമിലെ പാസ്റ്റർമാരും പലരും പറഞ്ഞു, പൈപ്പ് തിരിക്കേണ്ട സാറേ, എന്താ കിണറ്റിലെ വെള്ളത്തിന് കയ്പാ, ഈ 15 രൂപ കൊടുത്ത് മിനറൽ ബോട്ടിൽ മേടിച്ച് എനിക്ക് കൈ കഴുകാനും മുഖം കഴുകാനും തന്നു. 2012 ഈ രക്തമഴ തലേ ദിവസവും പെയ്തു, പിറ്റേ ദിവസം പെയ്തപ്പോൾ മലയാളി കുട്ടികൾ ഉൾപ്പെടെ യൂറോപ്പ് വരെയുള്ള രാജ്യങ്ങളിലെ ചെറുപ്പക്കാരും മിടുക്കരും ആമ്പിള്ളേരും പെമ്പിള്ളേരും ഈ വെള്ളം പാത്രത്തിൽ കളക്ട് ചെയ്തു സംഭരിച്ചു. അവരെ ശാസ്ത്രജ്ഞന്മാർക്ക് അയച്ചു കൊടുത്തു. ഞങ്ങളുടെ നാട്ടിൽ രക്തമഴ പെയ്തു. കാരണം നിങ്ങൾ പറയണം, കേരളത്തിലെ നമ്മുടെ കുട്ടികൾ അയച്ചു കൊടുത്തത് MG യൂണിവേഴ്സിറ്റിക്കും കൊച്ചി യൂണിവേഴ്സിറ്റിക്കും 2012 അയച്ചു കൊടുത്തു. 1 വർഷം അവർ പഠിച്ചു. 2013 സെപ്റ്റംബർ 29 തോന്നുന്നു അതിന്റെ റിസൾട്ട് വന്നത്. കേട്ടോണം എന്താണെന്ന്. അവർ പറയുന്നു, ധൂമകേതുക്കളോ ആകാശപ്പാറയോ ആകാശത്തിൽ പൊട്ടിച്ചെതറിയാൽ അതിനകത്തു നിന്നും ജീവന്റെ ഘടനമില്ലാത്തൊരു വസ്തു വരും. അതിന്റെ പേരാണ് ഫ്ലൂറൈസ്. അത് ആകാശത്തിൽ വന്നാൽ അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ടെങ്കിൽ രണ്ടുമായി ബന്ധപ്പെട്ടാൽ കെമിക്കൽ ബ്ലഡായിട്ട് ഭൂമിയിൽ പെയ്യും. അല്ലെങ്കിൽ വെള്ളത്തിൽ വീണാൽ വെള്ളം കയ്പാകും. കഴിഞ്ഞ സെപ്റ്റംബറിൽ പറഞ്ഞെങ്കിൽ 2010 ഡിസംബർ 7 തമ്പുരാൻ കൊണ്ടുവച്ച 104 ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിച്ചതാ. സ്തോത്രം. ഈ പടക്കം കൊണ്ടുവച്ചിട്ട് കടക്കാരനെ ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നത് ചൂത്തയല്ല, ഒച്ചയുണ്ടെന്ന് അറിയിക്കാൻ, മേടിക്കാൻ. അതുപോലെ എൻ്റെ കർത്താവ് ഒരെണ്ണം ഒന്ന് പൊട്ടിച്ചപ്പോൾ യൂറോപ്പ് മുതൽ കേരളം വരെ രക്തമഴ പെയ്യുകയും വെള്ളം കയ്പായുകയും ചെയ്തത് സയൻസ് അത് കണ്ടുപിടിച്ചെങ്കിൽ ഹല്ലേലൂയ, ഈ 110 എൻ്റെ തമ്പുരാൻ പൊട്ടിക്കും. കർത്താവിന്റെ സഭയാകുന്ന ദൈവമക്കൾ എടുക്കപ്പെട്ട് 4 വർഷം കഴിയുമ്പോൾ ഹല്ലേലൂയ, അന്ന് വെള്ളം രക്തമാകും. ഗൗരവം നിങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെയാ മുഴുവൻ ആളുകളെയും അവൻ കൺട്രോൾ ചെയ്യും? അതിൻ്റെ ഒരു വശം ഞാൻ പറയാം. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമതല്ല, പക്ഷെ അതിൻ്റെ ഒരു വശം എല്ലാവർക്കും ഇന്ന് ക്രൈസ്തവർക്കല്ല അക്രൈസ്തവർക്കും അറിയാം. നെറ്റിയിലും കയ്യിലും മുദ്ര വെക്കും. വെളിപ്പാട് 13:16 അത് ദൈവമൊക്കെ അറിയാം. ഹല്ലേലൂയ, മുദ്രയടിക്കുമെന്ന്. വെളിപ്പാട് 13:16. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിൽ മേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ അത് മതി, വിൽക്കാനും വാങ്ങാനും ഒക്കത്തില്ല. ആ മുദ്രയാണ് അന്ന് യോഹന്നാന്റെ ഭാഷ. ശാസ്ത്രം പറയുന്നു കയ്യിലും നെറ്റിയിലും കമ്പ്യൂട്ടർ ചിപ്പ് വെച്ച് ആളുകളെ കൺട്രോൾ ചെയ്യാം. കണ്ടുപിടിച്ചു. അതിൻ്റെ പേരാണ് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. തുടങ്ങിക്കഴിഞ്ഞു. ചിപ്പ് വെക്കാം കയ്യിൽ, നമ്പർ അടിക്കാം, ഇയാൾ എവിടാന്ന് കണ്ടുപിടിക്കാം. ഒന്നും വിഷമിക്കണ്ട. ഇന്ന് ലോകം മുഴുവൻ ആൾ ഓടി നടക്കുന്ന കാലമാണ്. പണ്ടൊക്കെ ഒരാൾ അമേരിക്ക പോയെന്ന് പറഞ്ഞാൽ അതിശയം. ഇന്ന് അമേരിക്ക പോയില്ലല്ലോ അതിശയം. ഇതാരാ, എവിടെ നിന്ന് ആർക്കും അറിയാൻ മേല. നീ കുണ്ടറയിൽ മലയാളികളെ ഉള്ളൂ, എത്ര പേരുണ്ട്, ഇതാരാ, അത് കൺട്രോൾ ചെയ്യാൻ ആ സയൻസ് കണ്ട് ചിപ്പ് വെക്കാം. തുടങ്ങിക്കഴിഞ്ഞു. 1-2 രാജ്യങ്ങൾ പേര് ഞാൻ പറയുന്നില്ല. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു തലവേദന ഇപ്പം മാറി. സാമ്പത്തിക പിന്നോക്കമുള്ള രാജ്യങ്ങളായിരുന്നു. അമേരിക്കയ്ക്ക് സമീപത്താണ്. അവിടെ പെൺപിള്ളേരെ ഒറ്റയ്ക്ക് കിട്ടി അടിച്ചോണ്ട് പോകും, ഒളിപ്പിച്ചു വെക്കും. നിന്റെ വീട്ടിലോട്ട് വിളിച്ച് പറയും, എൻ്റെ മകളെ കാണാതെ പോയാലും എൻ്റെ വീട്ടിലുണ്ട് $3 ലക്ഷം തരാം. ഏതമ്മ അപ്പനാ കൊടുക്കാത്തത്? ഇപ്പൊ പെൺപിള്ളേർ പുറകെ ചെന്ന ഇവന്മാർ ഓടും പേടിച്ചു. ആ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന അറിയാവോ, പ്രായപൂർത്തിയായ ഒരു പെൺപിള്ളേരുടെ എല്ലാം കയ്യെ ചിപ്പ് വെച്ച് വിട്ടിരിക്കുക. നമ്പരും ഉണ്ട് ആ വീട്ടിൽ. ആ നമ്പർ ആ രാജ്യത്ത് ആ ഒരു പെങ്കൊച്ചിനുള്ളത് ആർക്കുമില്ല. എങ്ങാനും കണ്ടില്ലേ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ അത് എൻ്റെ കൊച്ചിനെ കാണുന്നില്ല, നമ്പർ എത്ര ചോദിക്കും. കമ്പ്യൂട്ടറിൽ അടിച്ച് അന്നേരെ പറയും കുന്നുമ്പുറത്തെ കുഞ്ഞമ്മയുടെ മകൾ എവിടെ ഉണ്ടെന്ന്. എതിർ ക്രിസ്തു, ഞാൻ പറയുന്ന വേറൊരു പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കാം. എതിർ ക്രിസ്തു വരുമ്പോൾ എല്ലാവരും ചിപ്പ് വെക്കണമെന്ന് നിർബന്ധിക്കും. നിർബന്ധിക്കാതെ ഓടിച്ചെല്ലാൻ ഒരു പരിപാടി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു.
അത് മാത്രം പറയാനാ. ഓഫറില്ലേ? 2 സാരി മേടിച്ചാൽ 1 സാരി ഫ്രീ, 2 ഷർട്ട് മേടിച്ചാൽ 1 ടീഷർട്ട് ഫ്രീ. ഇവൻ ഒരു ഓഫർ ഇടും. എൻ്റെ മുദ്ര അതാ വെളിപ്പാട് 6:5 വരാൻ പോകുന്നു. എൻ്റെ മുദ്ര ഏൽക്കുന്നവർക്ക് ഇത്ര രൂപയുടെ സാധനങ്ങൾ ഏത് കടയിൽ നിന്നും മേടിക്കാം. ഈ മുദ്ര ഏൽക്കുന്നവർക്ക് ഇത്ര രൂപയുടെ സാധനം ഏത് കടയിൽ നിന്നും മേടിക്കാം. സകല ഗവൺമെന്റുകളെയും, അമേരിക്ക മുതൽ ഇന്ത്യ വരെ ഉള്ള ഗവൺമെന്റുകളെ മുഴുവൻ വെട്ടിച്ചുകൊണ്ടൊരു പരിപാടി ഇറങ്ങി. 2011 ഇറങ്ങി. കേട്ടോണം. ഇപ്പൊ ഒരു ശകലം പമ്മി നിൽക്കുക. ഇറക്കിയവൻ ആരാന്ന് ആർക്കും അറിയാമല്ല. വേറെ ഒരുത്തനെ കയറി പിടിച്ച് അവനാന്നും പറഞ്ഞു. അവൻ വെപ്രാളം പിടിച്ചു കൂവി, അയ്യോ ഞാനല്ലെന്നും പറഞ്ഞു. സാതോഷി നാഗോമോട്ടോ മൃഗമൊന്നും അല്ല, ഒരു മനുഷ്യന്റെ പേരാ. പക്ഷെ യേശുക്രിസ്തുവിന്റെ ഏജന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വരെ ആരെയും കണ്ടിട്ടില്ല ആരാന്ന്. ഒടുവിൽ ഒരു അമേരിക്കൻ ജപ്പാൻ നാടോടിയെ കയറി പിടിച്ചു പറഞ്ഞവനാന്ന്. അവൻ അയ്യോ വിളിച്ച് ഞാനല്ലെന്ന്. ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം കേട്ടോണം, ഇവൻ ഒരു നാണയം ഇറക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് അറിയാതെ ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ പേരാണ് ബിറ്റ് കോയിൻ. എത്ര ഇന്ത്യക്കാരുടെ കാശ് പോയെന്ന് അറിയാമോ? ഇപ്പം ഇതേ വെക്കുന്നത് പേഴ്സിലല്ല, ബാങ്കിലല്ല, പെട്ടിയിലല്ല, കമ്പ്യൂട്ടറിലല്ല. പക്ഷെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യാം. ആരും അറിയത്തില്ല, മോട്ടിച്ചോണ്ടും പോകത്തില്ല. ഏത് ട്രാൻസാക്ഷനും നടത്താം. ഗവൺമെന്റ് അറിയത്തില്ല, ആരും അറിയത്തില്ല, ടാക്സും കൊടുക്കണ്ട. റിസർവ് ബാങ്ക് 2 പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ആരും ഇത് ചെയ്യരുതേ. തുടങ്ങിയപ്പോഴത്തെ വില കേൾക്കണോ? ഒരെണ്ണത്തിന് 75,000 രൂപയായിരുന്നു. ഇപ്പൊ ആയാലും കഴിഞ്ഞ മാസം കൂമ്പ് കുത്തി 35 വന്നു. ബിറ്റ് കോയിൻ. കറൻസി ഇല്ല, നാണയമില്ല, വെറും ഡിജിറ്റ് അടിക്കുമ്പോൾ നാണയം. കണ്ടുപിടിച്ച ആളിന്റെ പേര് സാതോഷി നാഗോമോട്ടോ. പക്ഷെ അത് ആരാന്ന് ആർക്കും അറിയാൻ മേല. ആണാണോ പെണ്ണാണോ മനുഷ്യനാണോ മൃഗമാണോ എന്ന് അറിയാൻ മേല. ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ആത്മാവെന്ന്. ഒരു ജപ്പാൻ അമേരിക്കൻ നാടോടിയെ പിടിച്ച് അവന്റെ ഫോട്ടോ കണ്ട അവൻ അങ്ങോട്ട് വരെ ചായ മേടിച്ചു കൊടുത്താൽ നേരെ നിൽക്കും. എന്തിന് തിറക്കിയെന്നറിയാമോ? അതാണ് നമ്മുടെ വചനം. യേശുക്രിസ്തു പറയും എക്സ്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, കൈവിടപ്പെട്ടു പോയ ഇന്നയാൾ ചിപ്പ് വെച്ചാൽ 30,000 അടിച്ചു കൊടുത്തേരെ. വൈ ചിപ്പ് വെച്ചാൽ 25,000 അടിച്ചു കൊടുത്തേരെ. ഓഫർ. ഈ ചിപ്പ് മേടിക്കുന്നവർക്ക് ഇത്ര 1000 രൂപയുടെ ബിറ്റ് കോയിൻ ഓഫർ. ഏത് കടയിലും ചെന്ന് കൈ ഇങ്ങനെ മുട്ടിച്ചാൽ മതി, സാധനം കിട്ടും. ആരാ മേടിക്കാത്ത? 100 ഗ്രാം കാപ്പിപ്പൊടി മേടിക്കാൻ കള്ള റേഷൻ കാർഡുമായിട്ട് നിൽക്കുന്ന 6-7 പേരെ ഞാൻ കണ്ടു ഈയിടെ. നടന്ന സംഭവമാ. ഒരു സ്ഥലത്ത് വെള്ളം കയറി. ഞാനും ഒരു ബിസിനസ്സുകാരൻ ദേവദാസനും കൂടെ പോയതാ അവരെ ഒന്ന് സഹായിക്കാൻ. കാറ് പോകേണ്ട അടുത്ത് കെട്ടുവെള്ളം. ഞങ്ങളുടെ കാറ് മാറ്റിയിട്ട് 60 രൂപ എടുത്ത് ഞങ്ങൾ ഒരു വെള്ളം എടുത്തു. ഓരോ സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, മോശമല്ലേ പറയുന്നു. എല്ലാ വീട്ടിനകത്തും വെള്ളമാണ്. ഒരു മാവിൻ്റെ ചോട്ടി മാത്രം വെള്ളമില്ല. അവിടെ 10-20 സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് നിൽക്കുന്നു. എല്ലാവരുടെയും എങ്കിൽ റേഷൻ കാർഡും ഉണ്ട്. ഞാൻ ചോദിച്ചു, ഈ മുട്ടുമഴത്ത് റേഷൻ കാർഡോടെ നിങ്ങളെന്നാ നിൽക്കുന്നത്? അയ്യോ സാറേ, ഇപ്പം ബോട്ടിനകത്ത് ഒരു അനൗൺസ്മെന്റ് പോയി, വീട്ടിൽ വെള്ളം കയറിയവർക്കെല്ലാം 2 കിലോ അരിയും 1/2 കിലോ ചെറുപയറും 100 ഗ്രാം കാപ്പിപ്പൊടിയും 1/2 കിലോ പഞ്ചസാരയും ഫ്രീ ഇപ്പം വരും. തഹസീൽദാരുടെ നോട്ടിഫിക്കേഷനാ. ബോട്ടൊക്കെ പറഞ്ഞു പോയതാ. വെള്ളം കയറിയവർക്കെല്ലാം 2 കിലോ അരി കഞ്ഞി വെക്കാൻ, കറി ചെറുപയർ 1/2 കിലോ, കടുങ്കാപ്പിയുടെ 100 ഗ്രാം കാപ്പിപ്പൊടി, 1/2 കിലോ പഞ്ചസാര. പക്ഷെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് കാണിക്കണം. അതിന് ഞങ്ങൾ നിൽക്കുക. എൻ്റെ സഹോദരങ്ങളെ ഞാൻ അന്തിച്ചു പോയി. 3 പേരെ എനിക്കറിയാം. ഒരുത്തന അന്നത്തെ കാലത്തെ കേട്ടോണം മാരുതി സെൻ കാറുള്ളവനാ. അവൻ നിൽക്കുക ഇത് മേടിക്കാൻ. വേറൊരുത്തൻ്റെ ഭാര്യ അന്ന് സൗദി അറേബ്യ മിനിസ്ട്രി നേഴ്സാ. അവനും നിൽക്കുക ഇത് മേടിക്കാൻ. വേറൊരുത്തൻ്റെ ഭാര്യ ഇംഗ്ലണ്ടിൽ BSc നേഴ്സ്. അവിടെ 35 ലക്ഷം രൂപയുടെ വീട് പണിത് 1 നില വാർത്ത മഴ കണ്ടിട്ടിരിക്കുക. അവനും നിൽക്കുക ഇത് മേടിക്കാൻ. ഏതാ? 2 കിലോ അരിയും 1/2 കിലോ ചെറുപയറും 100 ഗ്രാം കാപ്പിപ്പൊടിയും 1/2 കിലോ പഞ്ചസാരയും മേടിക്കാൻ തച്ചിന് നിൽക്കുകയാണെങ്കിൽ യേശുക്രിസ്തു പറയുക, എൻ്റെ മുദ്ര വെച്ചാൽ 40,000 രൂപ ഫ്രീ നെറ്റിയാൽ അടിച്ചു തരും, 35,000 അടിച്ചു തരും എന്ന് പറയുമ്പോൾ ആൾ ഓടിച്ചെല്ലും. എന്നാൽ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ള സകല ദൈവമക്കളും അതിനു മുമ്പ് എടുക്കപ്പെടും. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തു വരുന്നു. കണ്ണുകളടയ്ക്കാം, 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം.
ഈ തലമുറ, എനിക്ക് സമയമില്ല തെളിയിക്കാൻ, സന്തോഷത്തോടെ പറയാം, നിങ്ങൾക്ക് ശവപ്പെട്ടിയല്ല, നിങ്ങൾ രൂപാന്തരപ്പെടും. ഈ തലമുറ കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം 3-ാം ലോകമഹായുദ്ധമല്ല, സംഭവിക്കും. എൻ്റെ കർത്താവ് ഈ തലമുറയിലും തൻ്റെ പ്രിയപ്പെട്ടതിനെ ചേർക്കും. നമുക്കൊന്ന് സമർപ്പിക്കാം. 1 മിനിറ്റ് ഇത് കണ്ണടയ്ക്കാം. ഈ ശബ്ദം കേട്ട എവിടെല്ലാം ആരെല്ലാം ഇരിപ്പുണ്ടോ, വെളിയിലോ വഴിയിലോ റോഡിലോ, ഇതിന് മാറ്റമുള്ളതല്ല, ഞാൻ വിളിച്ചു പറഞ്ഞ ശാസ്ത്രീയ സത്യങ്ങളാ. എങ്കിൽ ഈ തലമുറയിൽ എൻ്റെ കർത്താവ് വരും. അവനെ കാത്തിരിക്കുന്നവരെ ചേർക്കാൻ വരും. കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കും.